ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് ക്ലാസ് ക്ലാസ് തുടങ്ങാം. തുടങ്ങാം. ബാക്കിയുള്ളവർ വരട്ടെ. ഞാൻ ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ആവുമോ എന്ന് എനിക്കറിയില്ല. നെറ്റിന്റെ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ വരുമോ അറിയില്ല. അതോ റെക്കോർഡ് ആയിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കാം. അത് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതിരിക്കണ്ട. നമുക്ക് ക്ലാസ് തുടങ്ങാം. ജോഗ്രഫിയിൽ രണ്ടാമത്തെ പാഠം നമ്മൾ എടുക്കുന്നത് കാലാവസ്ഥ മേഖലകളെ കുറിച്ചിട്ട്. അതില് മൺസൂൺ ക്ലൈമറ്റ് വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. മൺസൂൺ ക്ലൈമറ്റിന് ശേഷം ഈ 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള മറ്റ് കാലാവസ്ഥകൾ കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സാവന്ന കാലാവസ്ഥയാണ്. സാവന്ന സാവന്നയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുൽമേടുകളാണ്. പുൽമേടുകൾ എന്തുകൊണ്ടാണ് അത് പുൽമേടാവുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ കൃത്യമായിട്ടുള്ള ലഭ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ പൊതുവെ അതൊക്കെ പുൽമേടുകളായിരിക്കും. ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏതൊക്കെ സ്ഥലത്തിലാണുള്ളതെന്ന്. ഈ സാവന്ന എന്നുള്ള പേര് തന്നെ ഉള്ള പുൽമേടാണ് ആഫ്രിക്കയിലുള്ള പുൽമേട്, സാവന്ന പുൽമേട്. ഇതേ രീതിയിലുള്ള മറ്റ് പുൽമേടുകൾ തെക്കേ അമേരിക്കയിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ക്യാമ്പോസ് ഉള്ളത് ബ്രസീലിലാണ്. അതേപോലെ തന്നെ ലാനോസ് ഉള്ളത് വെനീസുലയിലാണ്. പിന്നെ ഓസ്ട്രേലിയയിലാണുള്ളത്. അതിന്റെ പേര് വെൽഡ് എന്നാണ് തോന്നുന്നു. ഒരു മിനിറ്റ് നോക്കട്ടെ. വെനിസുലയില് ലാനോസും അതുപോലെ ബ്രസീലില് ക്യാമ്പോസും. ഓക്കെ, ഇതില് കൊടുത്തിട്ടില്ല. അത് വെൽഡ് ആണ്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ഭാഗത്തുള്ള പുൽമേടിനെ അതും സാവന്നയിൽ പെടുന്നതാണ്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയൂ. ഓക്കെ, ശരി. അപ്പൊ ഈ പുൽമേടിന്റെ പ്രത്യേകതകൾ നോക്കാം നമുക്ക്. പുൽമേടിന്റെ പ്രത്യേകതകൾ നോക്കാം നമുക്ക്. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10% മുതൽ 30% വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിലെ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ ക്യാമ്പോസ് എന്നും വെനിസുലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. ഇവിടുത്തെ കാലാവസ്ഥ ഉഷ്ണമേഖല പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവും ആർദ്രവുമായിട്ടുള്ള വേനൽക്കാലം. മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ഉഷ്ണവും ആർദ്രവും തമ്മിലുള്ള. ഉഷ്ണം എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയത്, ആർദ്രം എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടന്റ് ഇല്ലാത്തത്. ഓക്കെ, അത് ഇംഗ്ലീഷില് ആണെങ്കിൽ ഹോട്ട് ആണ്. അതേപോലെ എന്താണ് ഹ്യൂമിഡ് അല്ലാത്തത്. ഓക്കെ, ഡ്രൈ ആയിരിക്കും സമ്മർ. അതുപോലെ തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലം. ശൈത്യകാലം എങ്ങനെയായിരിക്കും? ഡ്രൈ ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ വാർഷിക ശരാശരി 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 25 സെന്റിമീറ്റർ മുതൽ 125 സെന്റിമീറ്റർ വരെയാണ് മഴ കിട്ടുന്നത്. ഓക്കെ, 125 സെന്റിമീറ്റർ ഒക്കെയാണ് മാക്സിമം മഴ കിട്ടുന്നത്. ഇതിലെ ഇലപ്പൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് ഉള്ളത്. സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. മരുഭൂമിയോട് അടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു. ഇവിടുത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം ഒരുക്കുന്നു. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുൽമേടുകൾ ആവാനുള്ള കാരണം മഴയുടെ അവൈലബിലിറ്റി, വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറയും തോറും വലിയ മരങ്ങൾക്ക് നിലനിൽക്കാനുള്ള സാധ്യതകൾ കുറയും. ഓക്കെ, ഇവിടെ നല്ല മഴ മാക്സിമം 125 ഡിഗ്രി ആണല്ലോ കിട്ടുന്നത്. ഇവിടെ കൂടുതൽ മഴ കിട്ടുന്ന ഈ പറഞ്ഞ 125 ഡിഗ്രിയിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ എന്തുണ്ട്? ഇലപൊഴിയും വൃക്ഷങ്ങളുണ്ട്. ഇലപൊഴിയും വൃക്ഷങ്ങൾ എന്തുകൊണ്ടാണ് ആവുന്നത്? എന്തുകൊണ്ട് നിത്യഹരിത വനങ്ങളാവുന്നില്ല?
അതിന്റെ അതിന്റെ കാരണം ഈ കാരണം ഈ നിത്യഹരിത വനങ്ങളാണെങ്കിൽ അത്രയും വാട്ടർ സപ്ലൈ കൂടുതൽ വേണം. ഇവിടെ അത്രയും ഇവിടെ വാട്ടർ അത്രയും സപ്ലൈ വാട്ടർ സപ്ലൈ ഇല്ല. അപ്പൊ എന്തുകൊണ്ട് ചെയ്യും? അതെന്ത് ചെയ്യും? വേനൽ കാലങ്ങളിൽ ഇത് ഇല പൊഴിച്ച് നിൽക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് കൂടുതലായിട്ട് കാണുന്നില്ല ഈ സാവനയില്. കൂടുതലായിട്ട് എന്താണ് വളരെ ഉയരം കൂടിയ പുൽവർഗ്ഗങ്ങളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പുൽമേടായി പറഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ജിറാഫ്, അതുപോലെ സീബ്ര, അങ്ങനെയുള്ള ജീവികൾ ഒക്കെ ഉണ്ടാവും ഈ പുൽമേട്ടില്. അങ്ങനെയുള്ള ജിറാഫ്, സീബ്ര പോലെയുള്ള ജീവികൾ ഉണ്ടെങ്കിൽ അവയെ ആഹാരമാക്കിയിട്ടുള്ള ആരുണ്ടാവും? സിംഹം, കടുവ, അങ്ങനെയുള്ള മൃഗങ്ങളും അവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിലുള്ളത്. ഈ സിംഹം പോലെയുള്ള ജീവികള് കാട്ടിലല്ല ഉണ്ടാവുക, എവിടെയാണ്? പുൽമേട്ടിലാണ് ഉണ്ടാവുക. ഓക്കെ, കടുവ അതിനൊരു എന്താ പറയാ എക്സെപ്ഷൻ ആണ്. കടുവ കാട്ടിലാണ് ഉണ്ടാവുക. അതിന് വേറെ കാരണമുണ്ട്. അതിന്റെ ഹാബിറ്റേറ്റും അതിന്റെ ഡയറ്ററി. കടുവ എന്തിനാണ് തിന്നുന്നത്? അവർക്ക് നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാടുകളിലാണ് കടുവ ഉണ്ടാവുക. നല്ല വളക്കൂറുള്ള മണ്ണാണ്. പക്ഷെ എന്താണ്, മഴ കുറവായതിനാൽ വെള്ളം അധികം ആവശ്യമില്ലാത്ത കൃഷികളാണ്. ഡ്രൈ ഫാമിംഗ് ആണ് ഉണ്ടാക്കുന്നത്. മൃഗപരിപാലനവും വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷി വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷിയും അതുപോലെ മൃഗപരിപാലനമാണ് ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവെ കുറവാണ്. ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗമായ മസായികൾ ഇതേ ജീവിതം നയിക്കുന്നു. മസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബ്. നിങ്ങൾക്ക് വേറെ നമ്മൾ ബുഷ്മൻ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ട്രൈബാണ് മസായി. മസായി ഉള്ളത് എവിടെയാണ്? ഈ സാവന്ന പ്രദേശങ്ങളിലാണ് മസായി ഉള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും എന്താ പറയാ നാഷണൽ ജോഗ്രഫിക്ക് അല്ലെങ്കിൽ ഡിസ്കവറിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ മിക്ക സമയത്ത് ഈ സിംഹത്തിനെയും അതുപോലെ തന്നെ എന്താ പറയാ സീബ്രാനെയും വിൽഡർ ബീസ്റ്റിനൊക്കെ കാണിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒരു പോയി എടുക്കുന്ന വീഡിയോ ചിത്രീകരിക്കുന്ന സ്ഥലമാണ് മസായി മാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. നാഷണൽ പാർക്കാണ്. മാര എന്ന് പറഞ്ഞ റിവറും മസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ട്രൈബിന്റെ പേരാണ്. മസായി മാര നാഷണൽ പാർക്കോ അങ്ങനെ എന്തൊരു സ്ഥലമുണ്ട് അവിടെ. വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. അതിനാണ് മിക്കവാറും നാഷണൽ ജോഗ്രാഫിക്കിലും ഈ എന്താ പറയുക ഡിസ്കവറിയിലൊക്കെ നിങ്ങൾ കാണുന്നത്. സീബ്രനെ, അതുപോലെ ജിറാഫിനെ, സിംഹത്തിനെ ഒക്കെ കാണുകയാണെങ്കിൽ ഇവിടെയാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സാവനയിലെ പ്രത്യേകതകളാണ് പറയുന്നത്. ഈ സാവന പോലെയുള്ള തന്നെ മറ്റ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള എന്താ പറയാ പുൽമേടുകളാണ് നമുക്കറിയാലോ. ബ്രസീലിലുള്ളത് ക്യാമ്പോസിലും അതുപോലെ തന്നെ വെനിസ്വേലയിലുള്ളത് ലാനോസ്. ഈ രണ്ട് പേര് പഠിച്ചു വെച്ചു. കാരണം എപ്പോഴായാലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി എന്നിവ ഇതിന് ഉദാഹരണമാണ്. ബ്രസീലിലെ കാപ്പി കൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഈ ക്യാമ്പോസ് എന്ന് പറയുന്ന പുൽമേട്ടിലാണ് കാപ്പി കൃഷി ചെയ്യുന്നത്. കാപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? വലിയ മരം ആവുന്ന കാപ്പികളുണ്ട്. വെറുതെ കുറ്റി ചെടികളായിട്ട് നിർത്തുന്ന കാപ്പികളുണ്ട്. വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ വളരെ വെള്ളം കുറഞ്ഞ് കൃഷി ചെയ്യാൻ പറ്റുന്ന കാപ്പി ചെടികളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ എന്താണ് കാര്യമായിട്ട് വെള്ളം കിട്ടാത്ത ഒരു നിത്യഹരിത വനമല്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് ഡ്രൈ ഫാമിങ്ങിലുള്ള കാപ്പികളായിരിക്കും അവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക. ഉഷ്ണമേഖല പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികു അടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ സാധാരണ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിന്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണുന്നത്. പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ഒരു ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടില്ല, ഉഷ്ണമേഖലാ പ്രദേശം അല്ലെങ്കിൽ ടോറിഡ് പ്രദേശമുണ്ട്. അതേപോലെ തന്നെ മിതോഷ്ണ മേഖലാ പ്രദേശമുണ്ട്. മിതോഷ്ണ മേഖലാ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റീജിയൻ ഉണ്ട്. ഉഷ്ണമേഖലാ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെയാണ്? ഏത് അക്ഷാംശരേഖ മുതൽ ഏത് അക്ഷാംശരേഖ വരെയാണ് ഉഷ്ണമേഖലാ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്? ആരെങ്കിലും പറയൂ. ഓക്കെ, നേരെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കാം അല്ലെ? ഇപ്പം മിണ്ടാതിരുന്നാ മതി. ആർക്കെങ്കിലും അറിയോ ഏത് ഭാഗമാണ് നമ്മൾ ഉഷ്ണമേഖലാ പ്രദേശം അല്ലെങ്കിൽ ടോറിഡ് സോൺ എന്ന് പറയുന്നത്? കഴിഞ്ഞ പാഠത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്
ഓക്കെ, ഓക്കെ, ഞാൻ തന്നെ ഞാൻ പറയാം. തന്നെ പറയാം. 23 23 ഡിഗ്രി നോർത്തും, നോർത്തും, അതായത് അതായത് ട്രോപ്പിക് ഓഫ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ക്യാൻസർ മുതൽ 23 23 ഡിഗ്രി സൗത്ത് ദക്ഷിണായന സൗത്ത് രേഖ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ട്രോപ്പിക് ഓഫ് സോറി കാപ്രിക്കോണും വരെയുള്ള കാപ്രിക്കോൺ സ്ഥലമാണ് വരെയുള്ള നമ്മൾ എന്ത് സ്ഥലമാണ് പറയുന്നത് നമ്മൾ എന്ത് പറയുന്നത്? ഉഷ്ണമേഖല പ്രദേശം. ഉഷ്ണമേഖല ഓക്കെ, ഈ പ്രദേശം. 3 ഓക്കെ, ലൈന് ഈ 3 കാണുന്നുണ്ട്. ലൈൻ കാണുന്നുണ്ട്. എന്റെ മൗസ് എന്റെ കാണുന്നുണ്ടോ മൗസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇതില്? നിങ്ങൾക്ക് ഇതില്? കാണണ്ടാവില്ല അല്ലെ? കാണണ്ടാവില്ല അല്ലെ? ഇതില് ഇതില് നടുക്കില് 3 നടുക്കില് ലൈൻ 3 ലൈൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, എന്റെ ഓക്കെ, മൗസ് എന്റെ മൗസ് കാണുമല്ലോ. കാണുമല്ലോ. ഈ 3 ഈ ലൈൻ 3 കാണുന്നില്ലേ? ലൈൻ കാണുന്നില്ലേ? കഴ്സർ കഴ്സർ കാണുന്നില്ലേ? കാണുന്നില്ലേ? ഇതിന് ഇതിലെ നടുക്കിലെ നടുക്കിലെ ലൈനാണ് ഇത് ലൈനാണ് ഇത് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ. മുകളിലെ മുകളിലെ ലൈനാണ് ഇത് ലൈനാണ് ഇത് ഉത്തരായന രേഖ. ഉത്തരായന രേഖ. അതേപോലെ അതേപോലെ താഴെയുള്ള താഴെയുള്ള ലൈനാണ് ഇത് ലൈനാണ് ഇത് ദക്ഷിണായന രേഖ. ദക്ഷിണായന രേഖ. ഈ ഈ നടുക്കിൽ നടുക്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് എന്ത്? പ്രദേശമാണ് എന്ത്? ഉഷ്ണമേഖലാ ഉഷ്ണമേഖലാ പ്രദേശം. ഓക്കെ, പ്രദേശം. ഓക്കെ, ജോഗ്രഫി ജോഗ്രഫി പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ടേംസ് എന്താണ് എന്താണ് ഉഷ്ണമേഖല ഉഷ്ണമേഖല എന്നൊക്കെ നിങ്ങൾ എന്നൊക്കെ നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ടോറിഡ് സോൺ ടോറിഡ് എന്ന് സോൺ നിങ്ങളുടെ എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ പുസ്തകത്തിൽ കാണുമ്പോൾ കാണുമ്പോൾ അത് അത് എന്താണെന്ന് അത് എന്താണെന്ന് വിഷ്വലൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റണം. പറ്റണം. അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് പറ്റിയാലാണ് നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഓക്കെ, അപ്പൊ ഈ ഉഷ്ണമേഖലാ ഉഷ്ണമേഖല പ്രദേശത്ത് പ്രദേശത്ത് നമുക്കറിയാം എന്ത് നമുക്കറിയാം എന്ത് തരത്തിലുള്ള തരത്തിലുള്ള കാറ്റാണ് കാറ്റാണ് വീശുന്നത്. ഇത് വീശുന്നത്. കഴിഞ്ഞ ഇത് വർഷം കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, അല്ല പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ അല്ല കഴിഞ്ഞ പാഠത്തിൽ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. സ്ഥിരവാദങ്ങളിൽ സ്ഥിരവാദങ്ങളിൽ ആദ്യത്തെ വാദം ആദ്യത്തെ നമ്മൾ ഏത് വാദം ഏത് വാദമാണ് വാദം പഠിച്ചിട്ടുള്ളത്? പഠിച്ചിട്ടുള്ളത്? പെർമനന്റ് പെർമനന്റ് വിൻസ്. വിൻസ്. എന്താ പറയാ, എന്താ പറയാ, IT/CZ നമ്മൾ IT/CZ നമ്മൾ പഠിച്ചു. പഠിച്ചു. ഇതൊന്നും ഒന്നും ഓർമ്മയില്ല എനിക്ക്. ഓർമ്മയില്ല ആരൊന്നും എനിക്ക്. ടൈപ്പ് ആരൊന്നും ചെയ്ത് ടൈപ്പ് ചെയ്ത് വിടുന്നില്ലല്ലോ. വിടുന്നില്ലല്ലോ. ഓക്കെ, ഓക്കെ, വാണിജ്യവാദം അല്ലെങ്കിൽ വാണിജ്യവാദം അല്ലെങ്കിൽ ട്രേഡ് ട്രേഡ് ആണ് വിൻസ് ആണ് വീശുന്നത്. വീശുന്നത്. എവിടുന്നാണ് എവിടുന്നാണ് വീശുന്നത്? വീശുന്നത്? ഭൂമധ്യരേഖയിലേക്ക്. ഭൂമധ്യരേഖയിലേക്ക്. മറ്റ് മറ്റ് രണ്ട് അക്ഷാംശരേഖയിൽ നിന്ന്, അക്ഷാംശരേഖയിൽ നിന്ന്, അതായത് അതായത് നോർത്തിലുള്ള നമ്മുടെ നമ്മുടെ ഉത്തരായന ഉത്തരായന രേഖയുടെ രേഖയുടെ ഭാഗത്തു നിന്നും ഭാഗത്ത് നിന്നും ദക്ഷിണായന ദക്ഷിണായന രേഖയുടെ രേഖയുടെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും നടുവിലേക്കാണ് നടുവിലേക്കാണ് വീശുന്നത്. വീശുന്നത്. ഓക്കെ, ഓക്കെ, ഈ ഈ കാറ്റിന് കാറ്റിന് ചെറിയൊരു ചെറിയൊരു വളവുണ്ടെന്ന് വളവുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? നിങ്ങൾക്കറിയാം അല്ലെ? ഇത് ഇത് തുടങ്ങുന്നത് തുടങ്ങുന്നത് ആക്ച്വലി ഇതിന്റെ ഇതിന്റെ ഭൂപടത്തിന്റെ ഭൂപടത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്തും തുടങ്ങി പടിഞ്ഞാറ് ഭാഗത്തൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു സ്ലോപ്പ് ആയിട്ടാണ് വീശുന്നത്. ഓക്കെ, ഓക്കെ, ഈ ഈ സ്ലോപ്പായിട്ട് സ്ലോപ്പായിട്ട് വീശുമ്പോ വീശുമ്പോ നിങ്ങൾക്കറിയാം, നമ്മുടെ നിങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലത് ഭാഗത്ത് വലത് കൈയിന്റെ അവിടെ ഓരോ ഭൂഖണ്ഡങ്ങൾ നോക്കുകയാണെങ്കിൽ വലത് ഭാഗത്ത് ഓരോ ഓരോ ഭൂഖണ്ഡത്തിന് ഭൂഖണ്ഡത്തിന് എന്താ പറയാ സമുദ്രമുണ്ട്. ഈ സമുദ്രത്തിന്റെ വെള്ളം എന്താ പറയാ എന്താ പറയാ അതിനെ ബാഷ്പീകരിച്ച് ആ എന്താ പറയാ ഹ്യൂമിഡായിട്ടുള്ള ആർദ്രമായിട്ടുള്ള വെള്ളം വെള്ളമുണ്ടല്ലോ, സോറി കാറ്റുണ്ടല്ലോ. ഈ കാറ്റ് വീശുമ്പോ വീശുമ്പോ എന്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ആദ്യത്തെ ആദ്യത്തെ കിഴക്കൻ ഭാഗങ്ങളിൽ മുഴുവൻ എന്ത് കിട്ടും? മഴ കിട്ടും. ഇതിങ്ങനെ ഇതിങ്ങനെ പടിഞ്ഞാറോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? ഈ കാറ്റിലെ ജലാംശം കുറഞ്ഞുകൊണ്ട് വരും. എന്താ എന്താ കാരണം? ആ ഭൂഖണ്ഡത്തിന്റെ അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം എന്തുണ്ടായിരിക്കും? ഈ കാറ്റ് ഹോൾഡ് ചെയ്തിട്ടുള്ള വെള്ളം നഷ്ടപ്പെടും, പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അപ്പൊ ഇതിന്റെ പടിഞ്ഞാറൻ അറ്റത്തേക്ക് എത്തുമ്പോ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ കാറ്റുണ്ടായിരിക്കും, അതിലെന്തുണ്ടാവില്ല? ഹ്യൂമിഡ് കണ്ടീഷൻ ഉണ്ടായിരിക്കില്ല, വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ ആ ഭാഗത്ത് മഴ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊരു ട്രെൻഡാണ്. അത് ഇതിൽ മാത്രമല്ല എല്ലാ ജോഗ്രാഫിക്കൽ ആസ്പെക്ടിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് ചെയ്യും? ഉഷ്ണമേഖലാ പ്രദേശമാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അതിന്റെ സ്വഭാവം മാറും. ഉഷ്ണമേഖലാ പ്രദേശം ഏത് പ്രദേശമാണ്? നോർത്തില് ഉത്തരായന രേഖ മുതല് സൗത്തില് ദക്ഷിണായന രേഖ വരെയുള്ള ഭാഗം. ഈ ഭാഗത്തുനിന്ന് വാണിജ്യവാദങ്ങൾ വീശുന്നുണ്ട്. ഈ വാണിജ്യവാദം അല്ലെങ്കിൽ ട്രേഡ് വിൻസ് വീശുമ്പോൾ അതിന് കിഴക്കൻ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു? മഴ കിട്ടും, ഭൂഖണ്ഡങ്ങളുടെ. ഓക്കെ, എന്നാൽ അത് പടിഞ്ഞാറോട്ട് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും? അതിന്റെ വാട്ടർ കണ്ടന്റ് കുറയും. അങ്ങനെ പടിഞ്ഞാറൻ ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറൻ സൈഡ് വരണ്ട ഒരു പ്രദേശമായിട്ടും കിഴക്കൻ ഭാഗങ്ങളിൽ മഴ കിട്ടുന്ന പ്രദേശമായിട്ടും മാറാറുണ്ട്. ഓക്കെ, ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്. ഞാൻ മുന്നേ പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനത്തെ ബേസിക് കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുകയോ അല്ലെങ്കിൽ മറന്നു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാതും കാണാതെ പഠിക്കേണ്ടി വരും. ഈ ബേസിക് കൺസെപ്റ്റ് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവൻ ഊഹിക്കാൻ പറ്റും എന്തായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാണ്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിന്റെ പബ്ലിക് എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറൻ അരികുകൾ മരുഭൂമികളാവുന്നത് എന്തുകൊണ്ട്? എന്തായിരിക്കും അതിന്റെ ആൻസർ?
ഒന്ന് ഒന്ന് ആരെങ്കിലും അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഉഷ്ണമേഖലാ പ്രദേശത്തെ ഭൂഖണ്ഡങ്ങൾ ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറൻ അതിര് അല്ലെങ്കിൽ വെസ്റ്റേൺ ബോർഡേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ മാർജിൻസ് മരുഭൂമികളാണ്, ഡെസേർട്ട് ആണ്. എന്താ കാരണം? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരെ വിളിച്ചോണ്ടിരിക്കും. ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇതുണ്ടാവില്ല, രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ പിന്നെ മിണ്ടാതിരുന്നാ മതി. ആർക്കേലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരു തവണ കൂടി പറയാം. ഓക്കെ, ഇതിന് ചെറിയ ചെറിയ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. ഉഷ്ണമേഖല പ്രദേശത്ത് വീശുന്ന സ്ഥിരവാദത്തിന്റെ പേര്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ടോറിഡ് റീജിയനിൽ വീശുന്ന പെർമനന്റ് വിൻഡിന്റെ പേരെന്താ? അത് നയിച്ചെന്നെ. ടൈപ്പ് ചെയ്തായിരിക്കും പെർമനന്റ് വിൻഡ് ടോറിഡ് റീജിയനിൽ വീശുന്നത്. ഉഷ്ണമേഖലാ പ്രദേശത്ത് വീശുന്ന സ്ഥിരവാദത്തിന്റെ പേര്. അയക്കുന്നില്ലേ? നിങ്ങളെല്ലാരും ക്ലാസ്സിലില്ലേ? ഓരോരുത്തരൊന്ന് സംസാരിച്ച് എനിക്ക് സംശയം. ഞാനിങ്ങനെ വെറുതെ ക്ലാസ്സിൽ എന്താ കാര്യം? സായി കൃഷ്ണ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേ. പറയുന്നത് കേട്ടില്ലേ? ഞാൻ ചോദിച്ചത് ടോറിഡ് റീജിയനിലെ വീശുന്ന പെർമനന്റ് വിൻഡിന്റെ പേരെന്താ ചോദിച്ചത്? പിന്നെ ആരാ സുരഭി? സുരഭി ആരാണ്? ആരാണ്? ഒന്ന് നിങ്ങളെ പേര് കമന്റ് ചാറ്റിൽ ഇടുവോ? ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. സീസണൽ വിൻഡ് വേറെ, പെർമനന്റ് വിൻഡ് വേറെ അല്ലേ? പെർമനന്റ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വീശുന്നതാണ് എല്ലാ സമയത്തും. പെർമനന്റ് വിൻഡുകൾ ഏതൊക്കെയാ? ഓക്കെ, അതെ, ഇതിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ടൈം കളയാനിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ജോഗ്രഫിയിൽ പെർമനന്റ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? പെർമനന്റ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് വിൻഡ് ആണ്, അല്ലെങ്കിൽ വാണിജ്യവാദമാണ്. അത് ഉഷ്ണമേഖലാ പ്രദേശത്ത് വീശുന്നതാണ്. പിന്നെ അടുത്ത വിൻഡ് ഏതാണ്? പ്രശ്നങ്ങൾക്കനുസരിച്ച്. രണ്ടാമത്തെ വിൻഡ് പശ്ചിമവാദങ്ങളാണ്, വെസ്റ്റേർലി. പിന്നത്തെ വിൻഡ് ഏതാണ്? പോളാർ വിൻഡ്, അല്ലെങ്കിൽ ധ്രുവ കാറ്റ്. ഓക്കെ, ഇതില് നമ്മൾ പറയുന്നത് ട്രേഡ് വിൻഡ് വീശുമ്പോൾ അത് പൊതുവെ എങ്ങനെയാണ് വീശുന്നത്? കിഴക്കൻ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് വീശുന്നത്. ഒരു ഭൂഖണ്ഡത്തിനെ ക്രോസ് ചെയ്ത കാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് പോകുമ്പോ ആദ്യം എന്തായിരിക്കും? വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കും. അത് പിന്നീട് ചെയ്യും? നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ആ നഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ മഴയുണ്ടാവും, പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. അവിടെ മരുഭൂമി ഉണ്ടാവില്ല. എന്നാൽ ഏറ്റവും പടിഞ്ഞാറൻ അറ്റത്തേക്ക് എത്തുമ്പോൾ ഉണ്ടായിരിക്കും ഈ കാറ്റിന് തീരെ എന്താ പറയാ വാട്ടർ കണ്ടന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങള് മരുഭൂമിയായിട്ട് മാറും. ഓക്കെ,
അതാണ് ഇവിടെ അതാണ് ഇവിടെ പറയുന്നത് പറയുന്നത്. ഉഷ്ണമേഖല പുൽമേടുകളിലെ പടിഞ്ഞാറൻ പടിഞ്ഞാറൻ അരികുകളോട് അരികുകളോട് അടുക്കുമ്പോൾ. കണ്ടോ, അടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഈ പടിഞ്ഞാറൻ പടിഞ്ഞാറൻ അരികുകളോട് അരികുകളോട് അടുക്കുമ്പോൾ അടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മഴ മഴ ക്രമേണ ക്രമേണ കുറയുന്നത് കുറയുന്നത് എന്ന് എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ആ- ആ, അത് അത് കുറച്ചുകൂടി കുറച്ചുകൂടി ഈ ഈ പറഞ്ഞ രീതിയിൽ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും. മനസ്സിലാവും. ഉഷ്ണമേഖല ഉഷ്ണമേഖല പുൽമേടുകളിലെ പുൽമേടുകളിലെ പടിഞ്ഞാറൻ പടിഞ്ഞാറൻ അരികുകളോട് അരികുകളോട് അടുക്കുമ്പോൾ അടുക്കുമ്പോൾ മഴ മഴ ക്രമേണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനാൽ വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ വൃക്ഷങ്ങളുടെ ഉയരം ഉയരം ക്രമേണ ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. വരുന്നു. ഇതിന്റെ ഇതിന്റെ തുടർച്ചയായി തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണുന്നത്. ഓക്കെ, ഓക്കെ, ഇനി അതിന് ശേഷം പിന്നെ നമ്മൾ ഉഷ്ണ മരുഭൂമികൾ പഠിക്കാം. ഫോർട്ട് ഡെസേർട്സ്. ഓക്കെ, ഓക്കെ, ഉഷ്ണമേഖലയിലെ പുൽമേടുകൾക്കും മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങൾ സവിശേഷത ചർച്ച ചെയ്തല്ലോ. ഇത് അക്ഷാംശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. ഓക്കെ, ഈ സ്ഥലങ്ങൾ മാപ്പിൽ പഠിച്ചു വെക്കണം. ആഫ്രിക്കയിലുള്ള ആഫ്രിക്കയിലുള്ള ഉഷ്ണമരുഭൂമിയാണ് സഹാറ മരുഭൂമി, അതുപോലെ കാലാഹാരി മരുഭൂമി, അതുപോലെ നബീബ് മരുഭൂമി. ഈ ആഫ്രിക്കയിലെ ഭൂമധ്യരേഖയുടെ അടുത്ത് നമുക്കറിയാം അവിടെ എന്താണുള്ളത്? കോങ്കോ വനപ്രദേശമാണ്. കോങ്കോ കഴിഞ്ഞ് കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ എന്താണുള്ളത്? അവിടെ നമുക്കറിയാം എന്താണുള്ളത്? സാവന്ന പുൽമേടുകളാണ്. അതിന്റെ ഇപ്പുറത്തുമായിട്ടാണ് ഈ മരുഭൂമികളുള്ളത്. ഒന്നെന്താണ് കലാഹരി മരുഭൂമി, മറ്റത് നബീബ് മരുഭൂമി, ഏറ്റവും മുകളിൽ സഹാറ മരുഭൂമി. അതുപോലെ തന്നെ ഏഷ്യനിലെ അറേബ്യൻ മരുഭൂമി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ മരുഭൂമി, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലുള്ളത് വളരെ പ്രധാനപ്പെട്ട മരുഭൂമിയാണ് അറ്റക്കാമ മരുഭൂമി. ആ പേരുകൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമിയിലെ അൽ അസീസിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയർന്ന ദൈനിക താപാന്തരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്താണ് അവിടെ ഏറ്റവും കുറഞ്ഞ താപനിലയും ഏറ്റവും കൂടിയ താപനിലയും ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിൽ എന്തുണ്ട്? വലിയ വ്യത്യാസമുണ്ട്. അതിനർത്ഥം എന്താണ്? വളരെ ചൂട് കൂടിയിട്ട് എന്താണ് രാത്രി കാലങ്ങളിൽ വളരെ ചൂട് കുറഞ്ഞിട്ടും വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെന്റിമീറ്റർ താഴെയാണ് ലഭിക്കുന്നത്. ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറേയില്ല. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണ മരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. അതേ സെന്റൻസ് ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സെന്റൻസ് ആണ്. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ്. ഓക്കെ, ഉഷ്ണമേഖല ഏത് മേഖല നമുക്കറിയാലോ? ടോറിൻ സോണിലാണ്, ആ ഏരിയ ആണ്. പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് എന്തുള്ളത്? ഫോർട്ട് ഡെസേർട്ട് പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. എന്താ കാരണം? വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു. അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു. ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. ഓക്കെ, അവിടെ എന്തൊക്കെയുണ്ടാവും? കള്ളിമുൾച്ചെടികൾ ഉണ്ടാവും, ചെറുകുറ്റിച്ചെടികൾ ഉണ്ടാവും, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ സസ്യങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചകളും കാണപ്പെടാറുണ്ട്. എന്താണ് മരുപ്പച്ചകൾ? ഒയാസിസ് എന്ന് പറയും. കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമി പ്രദേശങ്ങളുണ്ട്. കലാഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം ഇതിന് ഒരു ഉദാഹരണമാണ്. ഈ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ട്രൈബാണ് ആര്? ബുഷ്മൻ. നമ്മൾ നേരത്തെ സാവനയിലെ പുൽമേടിലുള്ള ട്രൈബിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? മസ്താൻ. ഓക്കെ, നിങ്ങളുടെ പേരുകൾ കുറച്ചേ ഉള്ളൂ, അത് കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഇനി മഞ്ഞ് എന്താ പറയാ ടൈഗ അല്ലെങ്കിൽ ടണ്ട്ര മേഖലകളിലും ഇതുപോലെ ട്രൈബുകളുണ്ട്. അതും അവരുടെ കുറച്ച് പേര് പഠിച്ചേക്കണം. എക്സ്കിമോകൾ നമ്മൾ വളരെ മുമ്പ് തന്നെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അതുപോലെ 1-2 പേരുകളുണ്ട്. ഓക്കെ, എസ്കിമോകൾ അറിയാലോ, ഈ ടണ്ട്ര മേഖലയിലാണ് ഉള്ളത്.
ഇനി മരുഭൂമിയിലും ആൾക്കാർ ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജീവിക്കുന്നത്? കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെയും പ്രധാന ഉപജീവന മാർഗം. സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ആസ്ട്രേലിയയിലെ സ്വർണ്ണ ഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഉദാഹരണങ്ങളാണ്. സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി. നമുക്കറിയാലോ ഈ മരുഭൂമികളാണ് എന്നുള്ളതുകൊണ്ട് അവിടെ ആൾക്കാർ താമസിക്കാതിരിക്കുന്നില്ല. വളരെ ട്രൈബലായിട്ട് വളരെ പുരാതനമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ മൃഗപരിപാലനം കൊണ്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ എന്താ പറയാ പ്രിമിറ്റീവ് ആയിട്ടുള്ള കൃഷി ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ധാതുക്കള് ഒക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് അവിടെ വലിയ പണം ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ സഹാറ ഒരു മരുഭൂമിയാണ്. പക്ഷെ അവിടെ സാഹചര്യം നമുക്ക് അറിയാലോ. സൗദി അറേബ്യയിലെ റിയാദ് നഗരം എവിടെയാണുള്ളത്? മരുഭൂമിയിലാണുള്ളത്. ആ ചിത്രം തന്നെ കൊടുത്തിട്ടുണ്ട്. എത്ര അഡ്വാൻസ്ഡ് ആണ്. അതെങ്ങനെയാ വന്നത്? ഓസ്ട്രേലിയയിലാണെങ്കിൽ അവർ സ്വർണ്ണ ഖനനം നടത്തും. അറ്റക്കാമ മരുഭൂമിയിലാണെങ്കിൽ അവിടെ ചെമ്പ്, പിന്നെ മറ്റേ ഗൾഫ് റീജിയനിലാണെങ്കിൽ പെട്രോളിയം. ഇത്തരത്തിലുള്ള സാധനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അവിടുത്തെ റിസോഴ്സസ് കൂടും. അപ്പൊ അവിടെ ജീവിക്കാനുള്ള കൃത്രിമമായിട്ട് നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവും. പൈസ ഉണ്ടായാൽ മതിയല്ലോ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാവും. ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലയെ കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്തത്. ഇനി ഉപോഷ്ണ മേഖലയിലെ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ പരിചയപ്പെടാം. ഉഷ്ണമേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോറിഡ് സോൺ ആണ്. അവിടെ എന്തൊക്കെയാണ്? നമ്മൾ മൺസൂൺ കാലാവസ്ഥ പഠിച്ചു. അതേപോലെ തന്നെ സാവന്ന കാലാവസ്ഥ പഠിച്ചു. ഉഷ്ണമേഖല കാലാവസ്ഥ പഠിച്ചു. ഇനി എന്താണ് മിതോഷ്ണ കാലാവസ്ഥ അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻ? ഈ ടെമ്പറേറ്റ് റീജിയൻ എവിടെയാണ്? ഉത്തരായന രേഖയ്ക്ക് മുകളിലും ദക്ഷിണായന രേഖയ്ക്ക് താഴെ. ഓക്കെ, അതായത് ഭൂമധ്യരേഖ പോകുമ്പോൾ ഈ രണ്ട് ഭാഗം എന്താണ്? 23 ഡിഗ്രി അക്ഷാംശങ്ങൾക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതിൽ ആദ്യത്തെ കാലാവസ്ഥ നമുക്ക് പഠിക്കാനുള്ളത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖലയാണ്. ഭൂപടത്തിൽ മെഡിറ്ററേനിയൻ കടലിന്റെ സ്ഥാനം ശ്രദ്ധിച്ചില്ലേ? ഈ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ. അത് മധ്യധരണ്യാഴി എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയും. ആ വാക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റി മെഡിറ്ററേനിയൻ എന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്ഥലം വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ സ്ഥലം വളരെ ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് പത്രത്തിലൊക്കെ യൂട്യൂബിലും അതുപോലെ മറ്റു ചാനലുകളിലൊക്കെ വളരെ പ്രശസ്തമായിട്ടുണ്ടാകുന്ന കാരണം എന്താ അറിയോ? ഈ താഴെ കാണുന്ന ഭൂഖണ്ഡം ഏതാ? ആഫ്രിക്കയാണ്. ഇതിന് മുകളിൽ ഭാഗം ഏതാണ്? യൂറോപ്പാണ്. മെഡിറ്ററേനിയൻ ഇവിടെ നമുക്ക് ജിബ്രാൾട്ടറിൽ വളരെ മൈനസ് ആയിട്ടുള്ള ചെറിയൊരു ഏരിയ. ഇവിടെ സ്പെയിൻ എന്തുണ്ട്? ഒരു ടെറിട്ടറി ഉണ്ട്. അവിടേക്ക് ആൾക്കാർ കടലിൽ കൂടെ കടന്ന് സ്പെയിനിലെ സ്യുവേറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ചിലപ്പോ ടിവിയിൽ കണ്ടിട്ടുണ്ടാവും. 10,000 കണക്കിന് ആൾക്കാർ മൊറോക്കോ പറഞ്ഞ രാജ്യത്തിന്റെ അതിർത്തിന്ന് ഈ പറഞ്ഞ സ്പെയിനിന്റെ അതിർത്തിയിലേക്ക് പോകുന്നതും റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ നോക്കൂ, ഇപ്പുറത്ത് താഴ്ഭാഗത്ത് ആഫ്രിക്കയും അതുപോലെ മുകൾ ഭാഗത്ത് യൂറോപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ഈ വക്കുകളിലുള്ള സ്ഥലങ്ങളുടെ കാലാവസ്ഥയാണ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് കാലാവസ്ഥ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മഴ എല്ലാവർക്കും മഴ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ്? ശൈത്യകാല മഴ, അതായത് വിന്ററില് മഴ പെയ്യും. ഓക്കെ, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണ് ആർദ്ര ശൈത്യകാലം. ശൈത്യകാലത്തിൽ എന്തുണ്ടാവുന്നത്? ആർദ്രമാണ്. അതായത് വെള്ളം ഉണ്ടാവും. അവിടെ മഴ ഉണ്ടായിരിക്കും. ഓക്കെ, വെറ്റ് വിന്റർ ആണ്. ഓക്കെ, വരണ്ട ഡ്രൈ സമ്മർ. വരണ്ട വേനൽക്കാലം, വെറ്റ് വിന്റർ. വിന്ററിലെ മഴ പെയ്യുന്നുള്ള ഒരു ഫാക്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഈ മെഡിറ്ററേനിയൻ കാലാവസ്ഥയെ കുറിച്ച് പഠിക്കണം. ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി വരെ താപനില അനുഭവപ്പെടുന്നു. ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 14 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന
താപനില. ഓക്കെ, ശൈത്യകാലത്ത് ശൈത്യകാലത്ത് 35 35 സെന്റിമീറ്റർ സെന്റിമീറ്റർ സോറി ശൈത്യകാലത്ത് 35 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെ മഴ പെയ്യുന്നു എന്നതാണ് ഈ മേഖലയെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. അത് തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു പോയിന്റ് എന്താണ്, ശൈത്യകാലത്ത് 35 ഡിഗ്രി മുതൽ 75 ഡിഗ്രി സോറി 35 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ വരെ മഴ കിട്ടുന്നുണ്ട്. ഓക്കെ, ശൈത്യകാല മഴ ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. അവിടെ ആ സമയത്ത് ശീതകാല വിളകൾ ഉണ്ടാകുമ്പോൾ ആ വിളകൾക്ക് എന്താണ് ഈ മഴ കിട്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അത് ഏതൊക്കെ വിളകളാണെന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശ രേഖയിൽ മറ്റ് പല പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം ചേർത്ത് പൊതുവായി മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഈ മെഡിറ്ററേനിയന്റെ ഭാഗത്ത് മാത്രമല്ല സമാനമായ കാലാവസ്ഥ മറ്റു സ്ഥലങ്ങളിൽ അനുഭവപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ആ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് പറയും. അതായത് ഇന്ത്യന്റെ വടക്കേ അമേരിക്കയിലുണ്ട്. ആ അക്ഷാംശത്തോട് ചേർന്നിട്ട് അറിയാലോ നോർത്ത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ട് മുകളിലാണ് ഈ സ്ഥലം. ഓക്കെ, നമ്മുടെ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഈ ഭാഗത്ത് എവിടെയാണ്, എന്താ പറയാ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ട് മുകളിലാണ്. വടക്കേ അമേരിക്കയിൽ എങ്ങനെയാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ട് മുകളിലാണ്. അതേപോലെ താഴെ നോക്കിയാണെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിന്റെ തൊട്ട് താഴെയാണ് തെക്കേ അമേരിക്കയിലുള്ളത്. ആഫ്രിക്കയിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ട് താഴെ വരുന്ന സ്ഥലം എവിടെയാണ്, സൗത്ത് ആഫ്രിക്കയുടെ ഒരു ലാസ്റ്റ് ടിപ്പാണ്. അപ്പൊ ആ ഭാഗം അതിൽ നമുക്ക് കാണാം. ഇത് സ്ഥലം പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് ചെയ്യാനേ വരുള്ളൂ. മെഡിറ്ററേനിയൻ കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്യാൻ മതി. ഓക്കെ, ഇത് രണ്ട് സ്ഥലത്തിന് പ്രത്യേകത എന്താണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അപ്പുറത്താണല്ലേ. മെഡിറ്ററേനിയൻ കാലാവസ്ഥയുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അപ്പുറത്താണെങ്കിൽ അവിടെയുള്ള കാറ്റ് ഏതായിരിക്കും, വാണിജ്യവാദങ്ങളാണ് ഇതിന്റെ ഉള്ളില്. ഓക്കെ, ഈ മൂന്ന് ലൈനുകളുടെ ഉള്ളില് വാണിജ്യവാദമാണ്. അതിന് തൊട്ടും അപ്പുറത്തും ഇപ്പുറത്തും എന്തായിരിക്കും ഉള്ളത്, അത് നിങ്ങൾ അസ്യൂം ചെയ്യണം. ആ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കഴിഞ്ഞാൽ അവിടെ ഈസ്റ്റിന്റെ കാറ്റ് ഏതാണ്, വെസ്റ്റർലീസ് ആണ്. ഓക്കെ, പശ്ചിമവാദങ്ങളാണ്. കാറ്റിന്റെ സോഴ്സ്. ഓക്കെ, പശ്ചിമവാദങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടാറില്ല. അവിടെയുള്ള മരങ്ങൾ ഏതൊക്കെയാണ്, സിക്വയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ എന്നീ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കാണപ്പെടും. സ്തൂപികാഗ്ര വനങ്ങൾ എന്ന് പറഞ്ഞാല് വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാല് അതറിയാലോ നമുക്ക് മുകൾ ഭാഗം സൂചി പോലെ നിൽക്കുന്ന മരങ്ങളാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെയുള്ള മരങ്ങൾ വരാൻ കാരണം, ഈ സ്തൂപികാഗ്ര മരങ്ങളുടെ ഒരു എന്താ പറയാ നമ്മള് അതിനൊരു ഇവല്യൂഷൻ എന്തായിരിക്കാം എന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഊഹിക്കാൻ പറ്റുമോ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? കോണിഫെറസ് എന്നാണ് അതിന്റെ പേര്. കോണിഫെറസ് ട്രീസ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മരങ്ങള് നിൽക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ മഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ മഞ്ഞ് വലിയ കഷ്ണങ്ങളായിട്ടല്ല ചിലപ്പോൾ ഭയങ്കര മഞ്ഞിങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക പൊടികളായിട്ട് തന്നെ മഞ്ഞ് വീഴും. നമ്മുടെ നാട്ടിലെ മരങ്ങളുടെ മുകളിൽ അത്തരത്തിലുള്ള മഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ ചെടിയിലെ ഇലകൾ മുഴുവൻ അതിന്റെ മുകളിൽ വന്ന് വീഴില്ലേ, അങ്ങനെ പരന്നു നിൽക്കില്ല. അങ്ങനെ പരന്നു നിന്ന് കഴിഞ്ഞാൽ ആ ചെടിക്ക് വലിയ കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് അപ്പുറത്തും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് ഇപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ് വീഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അല്ല ഉള്ളത്. ഇതിനും മുകളിൽ പോകുമ്പോൾ ഈ പറഞ്ഞ സ്തൂപികാഗ്ര മരങ്ങൾ കൂടും. ഓക്കെ, ടൈഗർ മേഖലയിലൊക്കെ അത് കൂടും.
ഈ സ്ഥലത്ത് അത് ഉണ്ടാവാനുള്ള കാരണം എപ്പോഴെങ്കിലൊക്കെ മഞ്ഞ് പെയ്യുകയാണെങ്കിൽ ഓക്കെ ഈ പറഞ്ഞ ഇതിന് മുകളിലേക്ക് വീഴും. അപ്പോ ഈ മഞ്ഞ് അങ്ങനെ എന്താ പറയാ ഡെപ്പോസിറ്റ് ആവരുത്, നേരെ എന്താ പറയാ നിലത്തേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെ കൂർമ്പിച്ച് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കൂർമ്പിച്ച് നിൽക്കുന്ന സ്തൂപികാഗ്ര മരങ്ങൾ അല്ലെങ്കിൽ കോണിഫറസ് മരങ്ങളുടെ ഒരു അനുകൂലനാണ് മഞ്ഞ് വീഴുമ്പോ അതിന്ന് ആ ഒരു പെർമഫ്രോസ്റ്റ് മരങ്ങൾക്കും തന്നെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ മരങ്ങൾക്ക് തന്നെയുള്ള ഒരു അനുകൂലമാണ് ഈ കോണിഫറസ് മോഡൽ. ഓക്കെ, അപ്പൊ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്നൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യും. ഏതൊക്കെയാണ് അങ്ങനത്തെ മരങ്ങള്? പൈൻ, ഫിർ എന്നൊക്കെയുള്ള ഇതൊക്കെ എന്താണ് എവർഗ്രീൻ കോണിഫറസ് ട്രീസ് ആണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. സാധ്യമായ ഇടങ്ങളിൽ ധാന്യകൃഷിയും കണ്ടുവരുന്നു. പഴവും പച്ചക്കറികളാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ സാധ്യമായിട്ടുള്ള ഇടങ്ങളിൽ എന്തെങ്കിലും ചെയ്യും ധാന്യം കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, കാലാവസ്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. ലോകത്തിൽ വൈൻ ഉൽപാദനത്തിൽ മുന്നിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നാരകഫലങ്ങളുടെ ലെമൺ ട്രീസിന്റെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. അപ്പൊ എന്താണ് മുന്തിരി, അതുപോലെ മധുരനാരങ്ങ പോലെയുള്ള നാരങ്ങയുടെ വെറൈറ്റീസ് ഒക്കെ എവിടുന്നാണ്? ഈ മെഡിറ്ററേനിയൻ കാലാവസ്ഥയിലാണ് ഉണ്ടാവുന്നത്. ഉഷ്ണമേഖലയിലെ ഇതുപോലെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീന തീരെ കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ കാണപ്പെടുന്നു. ഈ പ്രദേശങ്ങളാണ് മിതോഷ്ണ പുൽമേടുകൾ. ഓക്കെ, ഇനി അപ്പൊ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് പഠിച്ചതാണ് മെഡിറ്ററേനിയൻ ഏരിയ ആണ്. ഇതും നമുക്കറിയാം ടെമ്പറേറ്റ് റീജിയൻ, മിതോഷ്ണ റീജിയനിലുള്ളത് തന്നെയാണ്. ഇവിടെയുള്ള പുൽമേടുകളാണ് അടുത്തത് മിതോഷ്ണ പുൽമേടുകൾ അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ, എവിടെയാണ്? ഇരു അർദ്ധഗോളങ്ങളിലുമായി 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങളിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നു. ഏതൊക്കെ നോക്കാം. ഏഷ്യയിലെ എന്താണ് ഇതിന്റെ പേര്? ഏഷ്യ യൂറോപ്പ് ഏരിയയിലെ ഇതിനെ സ്റ്റെപ്പി എന്നാണ് വിളിക്കുന്നത്. വടക്കേ അമേരിക്കയിലെ പ്രയർ, രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ്. ഏഷ്യയില് സ്റ്റെപ്പി, അതുപോലെ വടക്കേ അമേരിക്കയിലെ പ്രയർ. താഴെ തെക്കേ അമേരിക്കയിലെ പാമ്പസ്, അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ വെൽഡ്. ഒക്കെ ഞാൻ നേരത്തെ തെറ്റിയിട്ടാണ് പറഞ്ഞത്. വെൽഡ് എന്താണ്? മിതോഷ്ണ പുൽമേടാണ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ആഫ്രിക്കയിലുള്ളത് ഡൗൺസ്, ഓസ്ട്രേലിയയിലുള്ളത് ഡൗൺസ്, പാമ്പസ്, വെൽഡ്, ഡൗൺസ്. ഓക്കെ, മുകളില് പ്രയറി, സ്റ്റെപ്പി. ഇത് കാണാണ്ട് പഠിക്കണം, കൃത്യമായിട്ട് അറിയണം ഏത് സ്ഥലത്ത് ഏത് പുൽമേടാണ് മിതോഷ്ണ പുൽമേട്. അതുപോലെ തന്നെ എല്ലാവരും പഠിക്കണം. ഇത് മാത്രമല്ല ഇത്തരത്തിലുള്ള പുൽമേടുകളെ പഠിക്കാം. ബാക്കി അതിന്റെ സവിശേഷതകൾ പഠിക്കാനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഒരു ജോഗ്രഫി, എവിടെയാണ് ഭൂമധ്യരേഖ വരുന്നത്, എവിടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുന്നത്, താഴെ എന്താണ് വരുന്നത്, ഏത് കാറ്റാണ് വീശുന്നത്, അപ്പൊ ആ ഭാഗത്ത് എന്ത് ക്ലൈമറ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നിങ്ങൾക്ക് നിസ്സാര പണിയല്ലേ ഉള്ളൂ. ഇതൊക്കെ എന്താ പറയാ വാണിജ്യവാദങ്ങൾ വീശുന്നത്. പടിഞ്ഞാറൻ അറ്റത്തേക്ക് എത്തുമ്പോൾ എന്താവില്ല, അതില് വെള്ളം ഉണ്ടാവില്ല. അപ്പൊ പടിഞ്ഞാറൻ അരികുകൾ എന്തായിരിക്കും? മരുഭൂമിയായിരിക്കും. ഈ പടിഞ്ഞാറൻ അരികെ ഏതാണ് മനസ്സിലാക്കി എന്ത് ചെയ്യുക? ഒരു തവണ ഇത് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് നോക്കുക. ഹോട്ട് ഡെസേർട്ട് എവിടെയാന്ന് നോക്കുക. അപ്പൊ ഈ ഭാഗമാണ് പടിഞ്ഞാറൻ ഡെസേർട്ട്. അതിന് തൊട്ട് അതുപോലെ തന്നെ നടുക്കിലൊരു വര പോയിട്ടല്ല ഭൂമധ്യരേഖയിൽ എന്നും മഴ പെയ്യും. എന്നും മഴ പെയ്യുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും? നിത്യേത കാടുകളുണ്ടായിരിക്കും, വലിയ നദികളുണ്ടായിരിക്കും. കോങ്കോ നദിയുടെ തീരത്ത് ഒരു ഭൂമധ്യരേഖ, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ കാടുകള്, മഴക്കാടുകള്, ആമസോണിന്റെ തീരങ്ങളില് ഒരു മഴക്കാട്, പിന്നെ അതിന് ശേഷം അതിന് തൊട്ട് മുകളിലായിട്ട് മൺസൂൺ കാലാവസ്ഥയാണ്. മൺസൂൺ കാലാവസ്ഥ എന്താണ്? ഈ ITCZ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അവിടെ എന്താ പറയാ സീസണൽ വിൻഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളുണ്ട്. അപ്പൊ ആ കാറ്റുകളുള്ള സ്ഥലങ്ങള് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള ഭാഗങ്ങൾ ഈ കാലാവസ്ഥയിലാണ് പെടുന്നത്. മനസ്സിലാവുണ്ടോ? അങ്ങനെ ബിൽഡ് ചെയ്യണം നിങ്ങൾ അതിന്റെ കൺസെപ്റ്റ്. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കാനൊക്കെ വളരെ കുറവാണ്.
എന്തെങ്കിലും എവിടുന്നേലും കേട്ടു. പിന്നെ എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻ എന്താക്കിയ കാണാതെ പഠിച്ചു പോയി. അതൊരു കാര്യമില്ല. അങ്ങനെ ജോഗ്രഫി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജോഗ്രഫി പരീക്ഷണത്തിൽ കുറച്ചു പേരൊക്കെ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. എന്നാൽ ഒരു പൊതുവെ ജനറൽ ആയിട്ട് ഇതാണ് സ്ഥിതി. അത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് പഠിക്കാം. മിതോഷ്ണ പുൽമേടുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കാണപ്പെടുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനമാണ്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് പുൽമേടുകളുടെ പുൽമേടുകളുടെ കാലാവസ്ഥ പ്രത്യേകത. ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശൈത്യകാല താപനില. അപ്പൊ ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. പറയാനുള്ള കാരണം എന്താ? അതേപോലെ തന്നെ ശൈത്യകാലാകുമ്പോ 2 ഡിഗ്രി സെൽഷ്യസ് 2 ഡിഗ്രി സെൽഷ്യസ് എത്രയും കുറവാണെന്ന് അറിയാലോ. 13 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്തുകൊണ്ടാണ് ഭൂഖണ്ഡത്തിന്റെ ഉൾപ്രദേശങ്ങളിലെ ആവുമ്പോൾ ഇത് ഇവിടെ താപനില കൂടുന്നത്? ഇനി അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സമയം മുഴുവൻ പോകും. എനിക്കറിയാം, നിങ്ങൾ ആരും അത് എന്നോട് പറയലുണ്ടാവില്ല. ഞാൻ തന്നെ പറയാം. അത് ഓർമ്മിപ്പിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് തലയിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ സമുദ്രത്തിന്റെ അടുത്താണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഒരു തരത്തിലുള്ള ഒരു മിറ്റിഗേഷൻ എഫക്ട് ഉണ്ടായിരിക്കും. വലിയ കൂടുതൽ ചൂടാകുമ്പോൾ കടലിൽ നിന്ന് കാറ്റടിച്ചതിനെ തണുപ്പിക്കും. നേരെ തിരിച്ച് കടൽ വല്ലാതെ തണുപ്പാണെങ്കിൽ കടലിന് ചൂടുള്ള കാറ്റ് വരികയും ചെയ്യും. ഓക്കെ, ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മിക്സിംഗ് നടക്കുന്നുണ്ട്. ഒരു എന്താ പറയാ വലിയ മിതമായിട്ടുള്ള വലിയ എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥയിലേക്ക് അത് രണ്ടും പോവില്ല. ഓക്കെ, അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഭൂഖണ്ഡങ്ങളുടെ വളരെ ഉൾപ്രദേശങ്ങളാണ്. നിങ്ങൾ ആ മാപ്പ് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അതിലെ ഭൂഖണ്ഡങ്ങളിലെ ഈ മിതോഷ്ണ പുൽമേടുകൾ സ്ഥലങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അറിയാം അല്ലെ. പ്രയറീസ് നോക്കൂ, വടക്കേ അമേരിക്കയുടെ നടുക്കിലാണ്. സ്റ്റെപ്പീസ് നോക്കൂ, യൂറോപ്പ് ഏഷ്യ നടുക്കിലാണ്. ഇവിടെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ല. 17 താഴെ ഉണ്ടായിരിക്കും. പാമ്പാസിലും ബെൽറ്റിലും ഡൗൺസിലും മെയിനായിട്ട് പ്രയറിയിലും സ്റ്റെപ്പിലായിരിക്കണം ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി പാമ്പാസിനാണെങ്കിൽ തന്നെ പാമ്പാസിന് ഉള്ളിൽ എന്താ പറയാ സമുദ്രത്തിന്റെ അരികിൽ കാണുന്നത്. ഈ അരികിൽ പറഞ്ഞാൽ വലിയ ചൂടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചില സ്ഥലങ്ങളിലെ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, എന്നാൽ ഈ പ്രയറിൽ സ്റ്റെപ്പീസ് വൃത്തിയായിട്ട് മനസ്സിലാക്കുന്നത് ഇത് സമുദ്രത്തിൽ നിന്ന് വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്താ പറയാ കാലാവസ്ഥ പകലുള്ള കാലാവസ്ഥയ്ക്ക് വളരെ വലിയ ചൂടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, വേനൽക്കാലത്തും വലിയ ചൂടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 25 സെന്റിമീറ്റർ മുതൽ 60 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കും. പുൽമേടാണ്, അതുകൊണ്ട് തന്നെ വലിയ മഴ നമുക്കറിയാം കിട്ടില്ല. അത് 25 സെന്റിമീറ്റർ ആണ് മിക്ക പുൽമേടുകളുടെയും ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കും. എന്താ കാരണം? 25 താഴെയാണെങ്കിൽ അത് മരുഭൂമിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ പുൽമേടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ അതില് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ? 25 മുതൽ 125 വരെ. പ്രയറിയിൽ പഠിക്കും 25 മുതൽ എത്ര വരെ? 60. ഇവിടെ സാവനയിൽ കിട്ടുന്ന അത്രയും മഴ ഇവിടെ കിട്ടില്ല. നമുക്ക് പുൽമേടൊക്കെ ആണെങ്കിൽ മിക്കവാറും എന്താണ് 25ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ള സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. മഴ കുറവായതിനാൽ മരങ്ങളും കുറവാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് കൂടുതലായി കണ്ടുവരുന്നത്. മിതോഷ്ണ പുൽമേടുകൾ സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായതിനാൽ ഈ മേഖലയിൽ ധാരാളം ഇടയജന വിഭാഗങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളാണെന്ന് അറിയാം. പുല്ലാണെങ്കിൽ എന്തുണ്ടായിരിക്കും? അവിടെ പുല്ല് മേയുന്ന മൃഗങ്ങളെ പരിപാലിക്കാൻ എളുപ്പമായിരിക്കും. അത് മേച്ചിൽപ്പുറമായിരിക്കും. ഓക്കെ,
ഇന്ന് ഇന്ന് പുൽമേടുകൾ പുൽമേടുകൾ വ്യാപകമായ വ്യാപകമായ രീതിയിൽ രീതിയിൽ കൃഷിഭൂമികളായി കൃഷിഭൂമികളായി പരിവർത്തനം പരിവർത്തനം ചെയ്യപ്പെട്ടു. ചെയ്യപ്പെട്ടു. വ്യാവസായിക വ്യാവസായിക അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ യന്ത്രവൽക്കരണ യന്ത്രവൽക്കരണ രീതിയിലുള്ള ധാന്യകൃഷിയും ധാന്യകൃഷിയും മൃഗപരിപാലനവും ഈ മൃഗപരിപാലനവും ഈ മേഖലയിൽ മേഖലയിൽ അനുദിനം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇത് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ പോയിന്റ് ആയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്കണോമിക്കൽ കൺസെപ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ മനസ്സിലാവണമെങ്കിൽ ആഹ്, ഒരു കാര്യം ഒരു കാര്യം നമ്മുടെ മനസ്സിലാവും. നമ്മുടെ ഇന്ത്യ ഇന്ത്യ മൺസൂൺ മൺസൂൺ രാജ്യമാണ്. രാജ്യമാണ്. ഈ ഇന്ത്യയിലെ ഇന്ത്യയിലെ രീതി രീതി എങ്ങനെയാണ്? എങ്ങനെയാണ്? തീവ്ര തീവ്ര ഉപജീവന ഉപജീവന രീതിയിലുള്ള കൃഷി കൃഷി രീതിയാണ് രീതിയാണ് പറയുന്നത്, പറയുന്നത് അല്ലെ? അല്ലെ? ഇവിടെ ഇവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് പറയുന്നത്? പറയുന്നത്? വ്യാവസായിക വ്യാവസായിക യന്ത്രവൽക്കരണ യന്ത്രവൽക്കരണ രീതി. രീതി. അതായത് അതായത് നമ്മുടെ നാട്ടില് കൃഷിക്ക് കൃഷിക്ക് കൂടുതലായിട്ടും മനുഷ്യാധ്വാനമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ കാളയെ കാളയെ പൂട്ടിയിട്ടും പൂട്ടിയിട്ടും അല്ലെങ്കിൽ ചെറിയ അല്ലെങ്കിൽ ചെറിയ 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 ഉപകരണങ്ങളാണ് ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്നത്. എന്നാൽ എന്നാൽ റഷ്യ പോലെയുള്ള പോലെയുള്ള യൂറോപ്പ് യൂറോപ്പ് പോലെയുള്ള പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ യു എസ് USA എ പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ അതിന്റെ അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. മാത്രമല്ല മാത്രമല്ല വളരെ വിശാലമായ സ്ഥലമാണ്. അവിടെ ഒരുപാട് ഏരിയ ഒരുമിച്ച് ഒരേ കൃഷി കൃഷി ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന സ്ഥലമാണ്. സ്ഥലമാണ്. അവരെന്ത് അവരെന്ത് ചെയ്യും? കിലോമീറ്ററുകളോളം ചിലപ്പോൾ ചിലപ്പോൾ ഒറ്റ പാടങ്ങളാക്കിയിട്ട് വലിയ 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 മെഷീനുകൾ മെഷീനുകൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ആണ് അവിടെ എന്താ പറയാ കൊയ്യുന്നത്, മെതിക്കുന്നത്, അതുപോലെ എല്ലാ കാര്യങ്ങളും എന്താണ് വലിയ വലിയ മെഷീനറി മെഷീനറി ഉപയോഗിച്ചിട്ടാണ്. ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ എക്കണോമിക് ആസ്പെക്ട് പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയില് ഏകദേശം 16% എന്ത് 16% GDP കൃഷിയിൽ നിന്നുള്ള വരുമാനം. ഓക്കെ, കൃഷിയിൽ നിന്നുള്ള വരുമാനം 16%. ഒരു അസംഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ബ്രിട്ടനിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ കൃഷിയിൽ നിന്നുള്ള വരുമാനം എത്ര അവരുടെ GDP എത്ര ശതമാനം ഉണ്ടായിരിക്കുന്നു? വേഗം പറയൂ. എന്തെങ്കിലും അസംഷൻ ഉണ്ടോ? അവരുടെ ബ്രിട്ടനിലെ മൊത്തം വരുമാനം അതിൽ അവർക്ക് കിട്ടിയത് ഏത് സെക്ടറിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷിയുടെ സെക്ടറിന് എത്രത്തോളം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതുപോലെ അമേരിക്ക. ഓക്കെ, അത് 2% താഴെയാണ്. മൊത്തം 100 രൂപ അവർക്ക് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വെറും 2 രൂപയാണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം കിട്ടുന്നത് മറ്റ് വരുമാന മാർഗങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞത്? ഇത്രയും കുറഞ്ഞത് മതി. അത്രയും കുറഞ്ഞ വരുമാനം കൊണ്ട് തന്നെ ആ മൊത്തം പോപ്പുലേഷനെ അവർക്ക് വേണ്ടത്ര കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിന്റെ വേറെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷി എടുത്ത് ജീവിക്കുന്ന ആൾക്കാര് നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം പകുതി ആൾക്കാരുണ്ട്. ഓക്കെ, 40 മുതൽ 50% വരെ ആൾക്കാർ കൃഷിയിലാണ്. ഇവിടുത്തെ ആൾക്കാരോ ഒരു 4%. ഓക്കെ, 3%. ഓക്കെ, മൊത്തം 100 പേര് അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അതില് കൃഷി ചെയ്യുന്ന ആൾക്കാർ എത്ര ഉണ്ടാവുള്ളൂ? 3-4% ഉണ്ടാവുള്ളൂ. 4 പേര് 3 പേര് ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? അവിടെ അത്ര ആൾക്കാർ മതി. കാരണം ഈ മെക്കനൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഒരാൾ തന്നെ ചിലപ്പോ 1000 ഏക്കർ ഒക്കെ കൃഷി ചെയ്യും. കാരണം എന്താ? ഒരാൾ രണ്ടാളുണ്ടെങ്കിൽ അയാള് പാടത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്ക് എത്രയോ കിലോമീറ്ററുകൾ ഇങ്ങനെ ആ വണ്ടി ഓടിച്ചു പോയാൽ മതി. ആ സ്ഥലം മുഴുവൻ എന്ത് ചെയ്യാം? കൊയ്തെടുത്ത് എന്താ പറയാ വേറെ ട്രാക്ടറിലാക്കിയിട്ട് കൊണ്ടുപോവാം. ഓക്കെ, പത്രം മതി അവിടെ. കാരണം എന്താണ്? അത് മെക്കനൈസ്ഡ് ആണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് നമ്മൾ തന്നെ കൈക്കോട്ടെടുത്ത് കളച്ച് അല്ലെങ്കിൽ മാക്സിമം വന്ന ഒരു ട്രാക്ടർ വരും. ട്രാക്ടർ വന്ന ഒരു ചെറിയൊരു ഏരിയയിലല്ലേ ആ ട്രാക്ടർ കൂടുള്ളൂ. നമ്മുടെ പാടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ അതൊക്കെ വലിയ പാടങ്ങളായിട്ട് തോന്നുകയാണെങ്കിൽ ഈ പ്രയറിയും അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കണ്ണിന് തള്ളി പോകും. അത്രയും കിലോമീറ്റർ കണക്കിനായിരിക്കും അവിടെയുള്ള ഈ ഫാമുകൾ. ഇങ്ങനത്തെ സൺഫ്ലവർ ഓയിലിന്റെയും മറ്റ് സാധനങ്ങളുടെ ഗോതമ്പിന്റെയാണ്. ഗോതമ്പ് പാടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാടങ്ങളായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഓക്കെ, അത്രയും വലിയ വിസ്തൃതമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ കൃഷി. അതിന്റെ എക്കണോമിക് ആസ്പെക്ട് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഓരോ ജോഗ്രഫിയില് നമ്മുടെ എന്താ പറയാ നമ്മുടെ ലക്ഷറി ഏത് ലക്ഷറിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ജോഗ്രഫി മനസ്സിലാക്കണം. ഈ പറഞ്ഞ പ്രയറിയിലും യൂറോപ്പിലും ഒക്കെയുള്ള ആൾക്കാര് അത് ഞാൻ പറഞ്ഞില്ല 3% പേര് അല്ലെങ്കിൽ ഒരു 100 ആൾക്കാർ മാത്രം കൃഷി ചെയ്ത് അവർക്കുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നു.
എന്നാൽ എന്നാൽ നമുക്ക് നമ്മുടെ നമ്മുടെ 100 100 പേരുണ്ടെങ്കിൽ അതിലെ പകുതി പേരും കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കൃഷി ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൃഷി രീതികളില്ല. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഭൂമികൾ വളരെ കഷ്ണം ഫ്രാഗ്മെന്റഡ് ആണ്. ഇത് നമ്മുടെ ജോഗ്രഫി അതിന് പറ്റിയതല്ല. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മളെക്കാൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബുഷ്മൻ താമസിക്കുന്നത്. ബുഷ്മൻ ട്രൈബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താ പറയാ മരുഭൂമിയിലാണ് താമസിക്കുന്നത്. ഈ ബുഷ്മൻ ട്രൈബ്സിനെ കുറിച്ച് ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്ന് പറഞ്ഞിട്ടുള്ള 2-3 ഹോളിവുഡ് സിനിമകളുടെ സീരീസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏത് രീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മസായ് ട്രൈബ്സ് പുൽമേടുകളിലാണ് താമസിക്കുന്നത്. അവരുടെ ചലഞ്ചസ് ഒക്കെ വ്യത്യാസമാണ്. ജോഗ്രഫിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മുടെ ലൈഫ് നമ്മൾ ലക്ഷറി ആയിട്ടാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചലഞ്ചസ് എന്താണ്? നമ്മളെക്കാളും വലിയ അതിസാഹസികമായിട്ട് വല്ലാതെ പണിയെടുത്തുകൊണ്ട് വളരെ തുച്ഛമായിട്ടുള്ള റിസോഴ്സസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളെക്കാൾ ഈ പറഞ്ഞ യൂറോപ്പ്, അമേരിക്ക ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെക്കാളും വളരെ കുറവ് പണിയെടുത്ത് വളരെയധികം റിസോഴ്സസ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. ഓക്കെ, കാലാവസ്ഥ സവിശേഷതയ്ക്കനുസരിച്ചാണ് ഓരോ മേഖലയിലും സസ്യജാലങ്ങളും ജനജീവിതവും രൂപപ്പെടുന്നത്. എങ്കിലും കാലത്തിനനുസരിച്ച് കൈവരിക്കുന്ന സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി മനുഷ്യർ പല മേഖലയിലെയും സ്വാഭാവിക സവിശേഷതകളിൽ മാറ്റം വരുത്തുന്നു. സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായിരുന്ന മിതോഷ്ണ പുൽമേടുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷിയും മൃഗപരിപാലനവും നടത്തുന്ന ഇടങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടു. പറയുന്നത് ഈ വലിയ രീതിയിൽ അവരെ ട്രാൻസ്ഫോം ചെയ്ത് മനുഷ്യന്റെ ഉപയോഗത്തിനായിട്ട് അത് മാറ്റി. ജനസംഖ്യയും മനുഷ്യന്റെ ആവശ്യങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് സാധ്യമായ പ്രദേശങ്ങളെയെല്ലാം പ്രയോജനപ്പെടുത്തുന്ന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. കാലാവസ്ഥപരമായി ഏറെ ദുഷ്കരമായ ശൈത്യമേഖലയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ജനജീവിതവും പരിശോധിക്കും. ഓക്കെ, ഇതുവരെ നമ്മൾ ഈ പ്രയറി സ്റ്റെപ്പി പോലെയുള്ള മിതോഷ്ണ പുൽമേടുകൾ കഴിഞ്ഞാൽ ഇനിയുള്ളത് എന്താണ്? വളരെ ശൈത്യമേഖലയാണ്. ഇത് ഈ സ്ഥലം ഒരു എന്താ പറയാ മാർക്കിംഗ് പോയിന്റ് ആണ്. ഇതിന് ശേഷമുള്ള സ്ഥലങ്ങൾ എന്താണ്? ശൈത്യമേഖലയാണ്. ഒരു 66 ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും ഇതിനുള്ളിൽ ഒരു ആർട്ടിക് എന്താ പറയാ സർക്കിളിന്റെ ഒക്കെ ഉള്ളിൽ പെടുന്ന സ്ഥലമായിരിക്കും. അല്ല, ആദ്യത്തെ ടൈഗൈ മേഖലയ്ക്ക് ഒരു പ്രത്യേകത. നമ്മൾ ഇതുവരെ ഏത് കാലാവസ്ഥ മേഖലയിൽ അതിന്റെ മുകൾ ഭാഗത്തും അതായത് ഉത്തരഭാഗത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലും അതിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലും അതിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. എന്നാൽ ടൈഗൈ മേഖലയ്ക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ അതിന്റെ മേഖലയുള്ളൂ. സദേൺ ഹെമിസ്ഫിയറിൽ ടൈഗ അന്വേഷിച്ച് കിട്ടില്ല. എന്താ കാരണം? നമ്മുടെ ഗ്ലോബ് ഈ പറഞ്ഞ ഒരു റീജിയൻ ഉണ്ടല്ലോ, ഒരു 55 ഡിഗ്രി സൗത്ത് മുതൽ 70 ഡിഗ്രി സൗത്ത് വരേക്കുള്ള ഭാഗം. ഈ പോർഷനിൽ ദക്ഷിണ മേഖലയിൽ അധികം വൻകരകളില്ല. എന്നാൽ മുകൾ ഭാഗത്ത് ഇഷ്ടംപോലെ വൻകരയുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഈ കാലാവസ്ഥ മേഖല ഉള്ളതും താഴ്ഭാഗത്ത് അങ്ങനെ മേഖലയില്ലാത്തത്. സോറി ടൈഗൈ മേഖല ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണിത്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലം ദീർഘമായ ശൈത്യകാലം ഇവിടെ അനുഭവപ്പെടുന്നു. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാല താപനില -13 ഡിഗ്രി മുതൽ -25 ഡിഗ്രി വരെ താഴും. ഇതുവരെ നമ്മൾ മൈനസ് പഠിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പോഴാണ് നമുക്ക് മൈനസിലേക്ക് പോകുന്നത്. വേനൽക്കാല താപനില എന്താണ്? 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ഉണ്ട്. എന്നാൽ ശൈത്യകാലം എത്ര വരെ പോകും? 13 ഡിഗ്രി മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലത്ത് വർഷണം മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലായിരിക്കും. ശൈത്യകാലത്ത് എന്താണ്? മഞ്ഞല്ല പെയ്യാൻ മഴയാണ് പെയ്യുന്നത്. ഓക്കെ, എത്ര സെന്റിമീറ്റർ വാർഷിക പ്രസിപ്പിറ്റേഷൻ കിട്ടും? 50 സെന്റിമീറ്റർ മുതൽ 75 സെന്റിമീറ്റർ ആണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ ടൈഗൈ കാലാവസ്ഥ കാണപ്പെടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത്
വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ സബ് ആർട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ് ഈ മേഖലയിൽ കൂടുതലായി വളരുന്നത്. സ്തൂപികാഗ്രം എന്ന് പറഞ്ഞാൽ കോണിഫറസ്, എവർഗ്രീൻ കോണിഫറസ് ആയിട്ടുള്ള മരങ്ങളാണ് വരുന്നത്. ഈ മേഖലയിൽ കൂടുതലായി കാണപ്പെടുന്നത്. സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ ടൈഗ എന്നാണ് പറയുന്നത്. ഇവ ധാരാളം കാണപ്പെടുന്ന മേഖലയായതിനാലാണ് ഈ മേഖല ടൈഗ എന്നറിയപ്പെടുന്നത്. സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളായ പൈൻ, ഫിർ, സ്പ്രൂസ് എന്നിവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. ഉപ ആർട്ടിക് കാലാവസ്ഥയിൽ സബ് ആർട്ടിക് ക്ലൈമറ്റിൽ മിക്കവാറും വിളകൾ ഒന്നും തന്നെ ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ കൃഷി വളരെ കുറവാണ്. കൃഷി നമുക്ക് ഈ ടൈഗർ റീജിയനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? കൃഷി വളരെ കുറവാണ്. മരം വെട്ടും കമ്പിളി വ്യവസായമാണ്. കമ്പിളി വ്യവസായവും എല്ലാമാണ് പ്രധാന സാമ്പത്തിക പ്രവർത്തനം. കാനഡയിലെ ഈ മേഖലയിൽ മരം വെട്ട് വ്യവസായം വളരെ പ്രശസ്തമാണ്. എന്താണ് മരം വെട്ടാൻ ഒരേ ടൈപ്പിലുള്ള മരങ്ങളിൽ കോണിഫറസ് ആയിട്ടുള്ള മരങ്ങൾ ഉണ്ടാവും. ആ മരങ്ങൾ ഉപയോഗിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ കൃഷി ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കമ്പിളിരാമ വ്യവസായം, ഈ ചെമ്മരിയാടിന്റെ വ്യവസായമൊക്കെ ഉണ്ടായിരിക്കും. ടൈഗ മേഖലയാണ് കാണുന്നത്. ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശത്തോട് അടുക്കുമ്പോൾ ഈ ടൈഗ മേഖലയെ കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. തണ്ട്ര മേഖലയെ കുറിച്ച് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശത്തോട് അടുക്കുന്തോറും സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയും എണ്ണം കുറഞ്ഞ് അങ്ങിങ്ങായി മാത്രം ചുരുങ്ങുകയും ചെയ്യുന്നു. അതിശൈത്യ മേഖല സസ്യങ്ങളായ ചെടികളും പായലുകളും മാത്രമേ ധ്രുവപ്രദേശത്തിനോട് അടുത്ത് കാണപ്പെടുന്നുള്ളൂ. അവിടെ എന്താണ്? ഈ മരങ്ങളില്ല, പുല്ലില്ല, പിന്നെന്താണ്? ചെറിയ ചെടികളും പായലുകളും മാത്രം. ഓക്കെ, അതെ, ആ റീജിയനാണ് ടണ്ട്ര മേഖല. ടണ്ട്ര മേഖല എന്ന് പറഞ്ഞാൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്ര തീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന അതിശൈത്യ മേഖലയാണിത്. ഇവിടെ താപനില -25 മുതൽ -40 വരെയാണ്. വേനൽക്കാലത്ത് താപനില 10 വരെ എത്താറുണ്ട്. അപ്പോഴെത്താണ് വെറും 10 വരെയാണ് മാക്സിമം എത്തുള്ളൂ. ടണ്ട്ര കാലാവസ്ഥയിൽ മിക്കവാറും മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലായിരിക്കും വർഷം. അവിടെ മിക്കവാറും എന്താണ്? ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും എന്താണ്? മഞ്ഞ് വീഴ്ചയാണ് അവിടെ മഴ എന്ന് പറയാൻ പറ്റുള്ളൂ. മഴയായിട്ട് പെയ്യാറില്ല. ടണ്ട്ര മേഖലയിലെ പ്രതികൂല കാലാവസ്ഥ സാഹചര്യങ്ങൾ വളരെ കുറച്ച് സസ്യങ്ങൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് സസ്യങ്ങൾ മാത്രമാണ് വളരുന്നത്. വേനൽക്കാലത്ത് മാത്രമാണ് സസ്യങ്ങൾ വളരുന്നത്. വളർച്ചകാലം വളരെ കുറവായതിനാൽ ഉയരം കുറഞ്ഞ ചെടികളും പായലുകളുമാണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് തദ്ദേശീയവാസികൾ? എസ്കിമോ, ലാപാസ് തുടങ്ങിയ ഈ മേഖലയിലെ തദ്ദേശീയർ നാടോടി ജീവിതം നയിക്കുന്നു. മനുഷ്യ ഇടപെടലുകൾ താരതമ്യേന കുറഞ്ഞ ഇടങ്ങളാണ് ആർട്ടിക് പ്രദേശം. ഭാവിയിൽ പ്രയോജനപ്പെടാവുന്ന സാധ്യതകൾ തേടി ശാസ്ത്രജ്ഞരും പര്യവേഷകരും ഈ മേഖലയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മേഖലയുടെ കൂടുതൽ പ്രത്യേകത തുടരധ്യായത്തിൽ ചർച്ച ചെയ്യാം. ഇത് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. നമുക്ക് ഇതിന്റെ കാലാവസ്ഥാ വ്യതിയാനം എടുത്തത്. അതുകൂടി നമുക്ക് നോക്കാം. ഈ പാഠം നമുക്ക് അവസാനിപ്പിക്കാമെന്ന്. കുറച്ചും കൂടിയുള്ളൂ, 1-2 പേജ് കൂടിയുള്ളൂ. ഇനി കാലാവസ്ഥ വ്യതിയാനം എന്തിനാണ് ഇത്രയധികം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മേഖലയും അതിന്റെ അവിടുത്തെ വാർഷിക താപനില നമുക്കറിയാം. അവിടെ മഴ പെയ്യുന്നതിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. അവിടെയുള്ള വൃക്ഷങ്ങള്, മരങ്ങള്, അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതി, ഇതൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഭൂമിയിൽ തന്നെ ഏതൊക്കെ രീതിയിലാണ് കാലാവസ്ഥ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അതൊക്കെ ഉള്ളത് ഏകദേശ ചിത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ പാഠത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെയൊക്കെ ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മനസ്സിലാക്കാനാണ് ഇത്രയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ എന്താ പറയാ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ. മെഡിറ്ററേനിയൻ കാലാവസ്ഥയിൽ അവിടെ നമുക്കറിയാം വിന്ററിലാണ് മഴ.
ഈ ഈ വിന്ററിലല്ലാതെ വേറെ സമയത്ത് അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അവിടെയുള്ള ചെടികള് കാര്യങ്ങളൊക്കെ അതിനൊക്കെ എന്തായിരിക്കും, അതിന് അവിടുത്തെ ഭൂപ്രകൃതി ഒക്കെ ഏകദേശം ഇതിനോട് എന്താ പറയാ സമരസപ്പെട്ട് അനുകൂലനങ്ങളൊക്കെ കിട്ടി. അതേപോലെ തന്നെ പ്രത്യേക രീതിയിലാണ് അവിടെ ഇത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇവിടെ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെ സാവന്നയിലും ഇതേപോലെ തന്നെ നമുക്കറിയാം 25 ഡിഗ്രി മുതൽ 125 ഡിഗ്രി മഴ അവിടെ സാധാരണ കിട്ടുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? 25 ഡിഗ്രിക്ക് താഴെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥലങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്? ഇത് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അല്ലെ? ഒക്കെ എല്ലാതും വളരെ പരസ്പര ബന്ധിതമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നത്? കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത്. ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഓരോ സ്ഥലത്തും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നോക്ക്, കേരളത്തില് ഇപ്പോ മഴക്കാലം പണ്ടുള്ള ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. എന്താണ് ചെറിയ വ്യത്യാസം? മഴ ഏകദേശം ഒരേ റേഞ്ചിലാണ് ഒരു സീസണിൽ മഴ പെയ്യുന്നതെങ്കിൽ കൂടി ഒരു പ്രത്യേക സമയത്ത് കൂടുതൽ മഴ പെയ്യാം. ഇത് പ്രത്യേക സമയത്ത് കൂടുതൽ മഴ പെയ്തിട്ട് പല സ്ഥലങ്ങളും വെള്ളപ്പൊക്കത്തിൽ പെടുകയാണ്. ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കം നടക്കുന്നത് ഈ പത്തനംതിട്ട മേഖലയാണ്. റാന്നി എന്താ പറയാ, പമ്പ നദി തുടങ്ങുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഈ പമ്പ നദി ഈ റാന്നിയിൽ ആദ്യം ഫുള്ള് വെള്ളം കയറും. അവിടുത്തെ വീടുകൾ മുഴുവൻ പകുതി അല്ലെങ്കിൽ മുഴുവനായിട്ടും അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ ആറന്മുളയിൽ പോകും. അതിനുശേഷം ചെങ്ങന്നൂര് ആ ഭാഗങ്ങളിൽ മുങ്ങും. അതിനുശേഷം കുട്ടനാട് മുങ്ങും. ഓക്കെ, അപ്പൊ ഇത് പണ്ടുണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എന്താ പറയാ റിപ്പീറ്റീവായിട്ട് ഇത്രയും പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണം ഈ പെട്ടെന്നുള്ള ഒരു മഴയാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ പല ഘടകങ്ങളുണ്ട്. അതില് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണ്? കാലാവസ്ഥ വ്യതിയാനമാണ്. ഇനി മഴ മാത്രമാണോ പ്രശ്നം? ചില സ്ഥലങ്ങളിൽ എന്താണ് മഴ കിട്ടില്ല. ആ സ്ഥലങ്ങളിൽ എന്തായിരിക്കും ഒരു മിനിമം നമ്മൾ ചില സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടല്ലേ വരണ്ട പ്രദേശങ്ങളാവുമ്പോഴും അവിടെ കൃഷി നടക്കുന്നുണ്ട്. അവിടെ കൃഷി നടത്തുന്നത് എന്താണ്? ആ വെള്ളം കൂടുതൽ വേണ്ടാത്ത ചെടികൾ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഈ സ്ഥലങ്ങളില് തീരെ മഴ കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? അതും പ്രശ്നമാണ് അല്ലെ? അപ്പൊ വളരെ എന്താ പറയുക, ചെറിയൊരു വളരെ എന്താ പറയാ കൃത്യമായ ഒരു ബാലൻസിങ്ങിലാണ് ഇത് പോകുന്നത്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വലിയ നമ്മൾ വിചാരിക്കാത്ത അത്രയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. നമ്മുടെ കേരളത്തിന്റെ ഉദാഹരണം നമ്മൾ കണ്ടത് 2016, 2018, 2019 ഒക്കെ എന്താണ് അടിക്കടിക്ക് പ്രളയങ്ങൾ വരും. എന്താ പറയാ സ്ഥലങ്ങൾ മുങ്ങുകയും ഒക്കെ ചെയ്യുന്നു. പ്രളയം മാത്രമല്ല മറ്റുള്ള പല ബുദ്ധിമുട്ടുകളും പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ഓരോ കാലാവസ്ഥ മേഖലയിലും തനതായ കാലാവസ്ഥയും സസ്യ ജന്തുജാലങ്ങളും ജനജീവിത രീതികളും നിലവിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലോ. അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളും ഓരോ കാലാവസ്ഥ മേഖലയിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവികമായ വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായ ദീർഘകാല മാറ്റങ്ങളാണ് കാലാവസ്ഥ വ്യതിയാനം എന്നാണ് UN കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് നിർവചിക്കുന്നത്. ആ നിർവചനം ഒന്ന് പഠിക്കേണ്ടി വരും. അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥ വ്യതിയാനം എന്നാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇംഗ്ലീഷില് നോക്കട്ടെ. UN defines climate change as a long-term shift in weather patterns and temperature that is caused by human activity or natural variability. The time scale of the climate change. Okay, അത് പഠിക്കേണ്ട ആ വേരിയബിലിറ്റി വരെയുള്ളതാണ് അതിന്റെ ഡെഫിനിഷൻ. എപ്പോഴെങ്കിലും കാലാവസ്ഥയെ മാറ്റത്തിനെ കുറിച്ചോ എന്തെങ്കിലും എസ്റ്റിയൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് ഈ സാധനം അടിച്ച് ഒപ്പിച്ചു വെക്കണം. ഓക്കെ, അത് അത്രയും രീതിയിൽ അത് നന്നായി പഠിച്ച്
എഴുതാൻ എഴുതാൻ അറിയണം. അറിയണം. ഓക്കെ, അത് പഠിച്ചിട്ട് പോകണം. ഡെഫിനിഷൻ ആ ആ രീതിയിൽ രീതിയിൽ തന്നെ യുഎൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ എഴുതുക. ഓക്കെ, climate change as a long time shift in weather patterns and temperatures that is caused by human activity or natural variability. പിന്നെ ഒരു അഡീഷണൽ പോയിന്റ് വേണമെങ്കിൽ എഴുതാം. The time scale of climate change may range from a few years to million of years. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ പ്രശ്നം എന്താ ഇപ്പോ, ഇത് വർഷങ്ങൾക്ക് ഒരുപാട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും ഒരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നതാണോ നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം അതല്ല. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകളെ സാരമായി ബാധിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോ അവിടെ ആവാസ വ്യവസ്ഥകളെ കാര്യമായിട്ട് ബാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കോറൽ ബ്ലീച്ച് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കോറൽ ബ്ലീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ ഇതുണ്ടല്ലോ പവിഴപ്പുറ്റുകൾ, ഇത് ജീവനുള്ള അറിയാലോ മുകൾ ഭാഗത്തേക്കുള്ള ഈ പവിഴപ്പുറ്റുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് കോറൽ ബ്ലീച്ച്. ഇതെന്താ സംഭവിക്കുക കഴിഞ്ഞാൽ ഇത് പല നിറത്തിലുള്ള പവിഴപ്പുറ്റുകളായിരിക്കും. ഇതിന് നിറമൊക്കെ പോകുന്ന രീതിയിൽ എന്തായിരിക്കും, ഒരു പ്രത്യേക രീതിയിൽ അവിടുത്തെ എല്ലാ ജീവികളും ചത്തുപോകുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് സമുദ്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്, സമുദ്രത്തിലാണ് ഈ പവിഴപ്പുറ്റുകൾ ഉണ്ടാകുന്നത്. ആ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമാവാനുള്ള കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതിന്റെ വ്യത്യാസം എത്രയാണെന്ന് പറയുന്നത്, വെറും 2 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. ആ പവിഴപ്പുറ്റുകൾ എന്താണ്, വളരെ സെൻസിറ്റീവ് ആണ്. അവർക്ക് 2 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടി കഴിഞ്ഞാൽ എന്താവും, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് കോറൽ ബ്ലീച്ച് എന്ന് പറഞ്ഞത് ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവും, അവിടുത്തെ എക്കോസിസ്റ്റത്തിനെ ഹാബിറ്റേറ്റിനെ വളരെ വലിയ തോതിൽ ബാധിക്കും. ഇനി ഈ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ എതിരെ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവര് നടത്തിയിട്ടുള്ള അവരുടെ മന്ത്രിസഭാ യോഗങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഇത് നേപ്പാളിലാണ്, മറ്റേത് മാലിദ്വീപിലും. രണ്ടും നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. നേപ്പാൾ എവിടെയാണുള്ളത്, എല്ലാ എന്താ പറയാ വലിയ കൊടുമുടികളുടെ ഹിമാലയത്തിന്റെ മുകളിലാണുള്ളത്. മാലിദ്വീപ് എവിടെയാണുള്ളത്, താഴെയാണുള്ളത്. ഹിമാലയത്തിന്റെ മുകളിലുള്ള നേപ്പാളിന് ഗ്ലോബൽ വാർമിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. ഓക്കെ, അവിടുത്തെ മഞ്ഞുരുകും, അവിടുത്തെ കാലാവസ്ഥ മാറ്റങ്ങള് അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം സൃഷ്ടിക്കും. മാലിദ്വീപ് എന്താണ്ടാവുക, മാലിദ്വീപ് അങ്ങനെ തന്നെ മുങ്ങിപ്പോകും. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ആ നാട് തന്നെ മുങ്ങിപ്പോകും വെള്ളത്തിൽ. കാരണം എന്താ, സമുദ്ര നിരപ്പ് കൂടി എന്താ പറയാ ഈ മഞ്ഞ് കുടിക്കുന്നത് ഈ പോളാർ റീജിയനിലൊക്കെയുള്ള മഞ്ഞുരുകി കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ നിരപ്പ് കൂടും. ഓൾറെഡി മാലിദ്വീപിന്റെ ഏകദേശം അടുത്താണ്. സമുദ്രത്തിൽ തൊട്ട് മുകളിലായിട്ടാണ് ഇവരുടെ ദ്വീപുള്ളത്. അവിടെ കുറച്ച് എന്താ പറയാ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ ജീവിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഇവര് ഈ പ്രശ്നം, ഇവരൊക്കെ എന്താണ് വളരെ അതിന്റെ ഏറ്റവും വൾണറബിലിറ്റി അനുഭവിക്കുന്ന, ഏറ്റവും തീക്ഷ്ണമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. എല്ലാ രാജ്യങ്ങളും ഇതേ രീതിയിലെ പ്രശ്നങ്ങളില്ല. അപ്പൊ മറ്റുള്ള രാജ്യങ്ങളിൽ അവരുടെ പോളിസിയിലൊന്നും ഉണ്ടാവില്ല, കാലാവസ്ഥ മാറ്റം വരും. ട്രംപ് ഒക്കെ പാരീസ് അഗ്രിമെന്റിന് പാരീസ് അഗ്രിമെന്റിന് വിഡ്രോ ചെയ്തു. പാരീസ് അഗ്രിമെന്റ് പറഞ്ഞ ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രിമെന്റ് ആണ്. എന്താണ് പാരീസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ അല്ലെങ്കിൽ ഭൂമിയുടെ ശരാശരി താപനില നമ്മൾ ഈ വ്യവസായവൽക്കരണം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എത്രയാണുള്ളത്, അതിന് ഒരു 2 ഡിഗ്രി സെൽഷ്യസിനെങ്കിലും നിർത്തണം. അത് കൂടി പോകാൻ പാടില്ല. 2 ഡിഗ്രി സെൽഷ്യസ് ഉയരാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉയരാൻ പാടില്ല എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു അഗ്രിമെന്റ് ആണ് പാരീസ് അഗ്രിമെന്റ്. പാരീസ് അഗ്രിമെന്റ് നമുക്ക് എന്ത് ചെയ്തു, ഡൊണാൾഡ് ട്രംപ് പറയുമ്പോ അയാള് വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ വൾണറബിൾ ആണ്. അപ്പൊ മറ്റ് രാജ്യങ്ങളും അവരവരുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അവരെന്ത് ചെയ്യാം, മറ്റ് ലോക ശ്രദ്ധയിലേക്ക് വരാൻ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ മന്ത്രിസഭാ യോഗങ്ങൾ ഈ രീതിയിൽ ചേരുന്നത്. ഓക്കെ,
വേറിട്ട വേറിട്ട രീതിയിൽ രീതിയിൽ നടന്ന നടന്ന രണ്ട് രണ്ട് മന്ത്രിസഭാ മന്ത്രിസഭാ യോഗങ്ങളുടെ യോഗങ്ങളുടെ ചിത്രങ്ങളാണ് ചിത്രങ്ങളാണ് മുകളിൽ മുകളിൽ നൽകിയിരിക്കുന്നത്. നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ തങ്ങളുടെ മധ്യസ്ഥ മന്ത്രിസഭാ യോഗം എവറസ്റ്റ് പർവ്വതത്തിൽ വെച്ച് ചേർന്ന ചിത്രമാണ് ഒന്നാമത്തേത്. സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപ് തങ്ങളുടെ മന്ത്രിസഭാ യോഗം കടലിനടിയിൽ ചേർന്നതാണ് രണ്ടാമത്തെ ചിത്രം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു വേറിട്ട രീതിയിൽ ഈ മന്ത്രിസഭാ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പർവ്വത രാജ്യമായ നേപ്പാളും ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപും. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഹിമാലയത്തിലെ ഹിമാനികൾ പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേപ്പാളിന്റെ പ്രശ്നം മനസ്സിലായില്ലേ? ആഗോള താപനിലയിലുള്ള വ്യതിയാനം ഹിമാനികൾ ക്രമാതീതമായി ഗ്ലേഷ്യർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാവില്ല. ഗ്ലേഷ്യർ എന്താണ് ചെയ്യുന്നത്? ക്രമാതീതമായി ഉരുകുന്നതും ആവാസ വ്യവസ്ഥയിൽ അനഭിലഷണീയമായ മാറ്റങ്ങൾക്കും കാരണമാകുന്നു. സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലിദ്വീപ് പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോകാൻ ഇടവരും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെന്റിമീറ്റർ ഉയർന്നുവെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് മനസ്സിലാക്കിയല്ലോ. എന്തെല്ലാം ഘടകങ്ങളാണ് മാറ്റം വരുത്തുന്നത്? എന്തെല്ലാം ഘടകങ്ങളിലാണ് മാറ്റം വരുത്തുന്നത്? ഇത് എന്തൊക്കെ ഘടകങ്ങളാണ്? കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞാൽ എന്ത് കാലാവസ്ഥയിൽ എന്തൊക്കെയാണ് മാറ്റം? അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റും, വർഷണം, പ്രസിപ്പിറ്റേഷൻ, ആർദ്രത, ഹ്യൂമിഡിറ്റി, ഇത് ഈ കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും? മാറ്റങ്ങൾ വരും. ഓക്കെ, ഇവയുടെ അളവ്, വിതരണക്രമം, കാലികക്രമം എന്നിവയിലുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആകാം. ഭൂമുഖത്തെ കാലാവസ്ഥ എല്ലാ കാലത്തും ഒരുപോലെ ആയിരുന്നില്ല. ഭൗമചരിത്രത്തിൽ കാലാവസ്ഥ ചാക്രികമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. നിങ്ങൾ ഐസ് ഏജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഈ പറഞ്ഞ കാലാവസ്ഥ ഭയങ്കരമായിട്ട് മണ്ണിൽ മൂടിക്കിടക്കുന്ന ഭൂമിയിലുള്ള സാഹചര്യങ്ങളെ കാണിക്കുന്ന സിനിമകളാണ്. ഹിമയുഗവും ഹിമാന്തര യുഗവും ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥ മാറ്റത്തിന് ഉദാഹരണമാണ്. സ്വാഭാവിക കാലാവസ്ഥ മാറ്റങ്ങളോടൊപ്പം മനുഷ്യ ഇടപെടലും ലോക കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ കാലാവസ്ഥ മാറ്റത്തെ സ്വാഭാവികം, മനുഷ്യജന്യം എന്നീ 2 തരത്തിൽ തരംതിരിക്കാം. സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് പൊതുവെ കുറച്ച് എന്താ പറയാ, ഉദാഹരണത്തിന് ചില സമയത്ത് ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടി വലിയ പുക വരിക, അങ്ങനെയുള്ള വലിയ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പൊതുവെ സ്വാഭാവികമായിട്ടുള്ള കാലാവസ്ഥ മാറ്റം വളരെ സ്ലോ ആണ്. ഓക്കെ, എന്നാൽ മനുഷ്യൻ ഉണ്ടാക്കുന്നത് അത്ര സ്ലോ അല്ല. ഭൗമപ്രവർത്തനങ്ങളുടെ ഫലമായുള്ള സ്വാഭാവിക കാലാവസ്ഥ മാറ്റം മനുഷ്യപ്രയത്നത്താൽ നിയന്ത്രിക്കുക സാധ്യമല്ല. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിൽ പ്രകൃതിയെയും മനുഷ്യ ജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യ ഇടപെടലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല, ആഗോളതലത്തിൽ ബഹുമുഖ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇനി അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്തുകൊണ്ടാണ് ഈ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അതിന് പ്രധാനപ്പെട്ടതാണ് ഹരിതഗൃഹ പ്രഭാവം. എന്താണ് ഹരിതഗൃഹ പ്രഭാവം? അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്ട്. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യാതപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഇത്തരം വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ. മുന്നേ പറഞ്ഞിട്ടില്ലേ എന്താണ് ഹരിതഗൃഹവാതകങ്ങൾ, അതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ നൈട്രസ് ഓക്സൈഡ്, മീഥേൻ ഒക്കെ ഇതേ ഹരിതഗൃഹവാതകങ്ങളാണ്. നിങ്ങൾക്ക് 2 പഠിക്കാനുള്ളൂ.
ഇനി ഇനി എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഇത് നടത്തുന്നത്? നടത്തുന്നത്? ഹരിതഗൃഹ ഹരിതഗൃഹവാതകങ്ങൾ സൂര്യപ്രകാശത്തെ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരകെ പോകുന്ന പോകുന്ന ഭൗമ വികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിന്റെ ഹരിതഗൃഹ പ്രഭാവം എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഹരിതഗൃഹം ആദ്യത്തേതൊക്കെ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടും. ഞാൻ പറഞ്ഞല്ലോ അത് ലോങ് വേവ് ആയിട്ടാണ് വരിക. പിന്നെ ഭൂമി ചൂടാകുമ്പോൾ തിരിച്ചെന്തായിട്ടാ പോവുക? ഷോർട്ട് വേവ് ആയിട്ടാ പോവുക. അതെന്ത് ചെയ്യും? പറഞ്ഞല്ലോ. അപ്പൊ ഭൂമിയിലേക്ക് വരാൻ കുഴപ്പമില്ല, പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ എന്താണ്ടാവും? അവിടെ ചൂട് നിലനിൽക്കും. അതിനാണ് എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗൃഹ വാതകങ്ങൾ അധികമായി ഉത്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതുമൂലം അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ ശക്തമാവുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. മനുഷ്യന്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായ ശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഖരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായി എത്തുന്നത്. ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു. ഈ പറഞ്ഞ കൽക്കരി, കാർബൺ ഡയോക്സൈഡ്, പെട്രോളിയം, കാർബൺ ഡയോക്സൈഡ്, മറ്റുള്ള ഫോസിൽ ഇന്ധനങ്ങളെല്ലാതും അതുപോലെ തന്നെ മറ്റ് വേറെ മീഥേൻ പോലെയുള്ള വാതകങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യും? ഷോർട്ട് വേവിനെ പുറത്തേക്ക് വിടില്ല. ഓക്കെ. ലോകത്തിലെ വിവിധ കാലാവസ്ഥ മേഖലകളിലും അവയിലെ തനതായ കാലാവസ്ഥ സവിശേഷതകളിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ കാലാവസ്ഥാ മേഖലകൾ അസ്ഥിരപ്പെടുകയും പാരിസ്ഥിതിക സന്തുലനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നഗരവൽക്കരണം തുടങ്ങിയവയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് നയിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ. ഇത്തരം പ്രവർത്തനങ്ങൾ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടെ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ആരംഭിച്ചു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇത് നിർത്താനുള്ള, അതായത് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള പദ്ധതികൾ നമുക്ക് തുടങ്ങാം. അങ്ങനെയാണ് ലോക കാലാവസ്ഥ സംഘടന രൂപീകരിക്കുന്നത്. എന്നിട്ട് അത് കാലാവസ്ഥ സമ്മേളനങ്ങള്, ക്ലൈമറ്റ് എന്താ പറയാ ഫോറംസ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 അത് പരിസ്ഥിതി പരിപാലനം വികസനം. ഈ സ്റ്റോക്ക്ഹോം സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് വരുന്നത്. അതുപോലെ 1973 നമ്മൾ വളരെ കോംപ്രിഹെൻഡ് ആയിട്ടുള്ള നിയമം, കേന്ദ്ര നിയമം വന്നു, പരിസ്ഥിതി നിയമം വന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഭൗമ ഉച്ചകോടി, എർത്ത് സമ്മിറ്റ് എന്ന് പറയും, റിയോ ഡി ജനീറോയിലെ പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. അതുപോലെ ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ പാരീസ് ഉടമ്പടിക്കുള്ളതാണ്. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്താൻ. ക്യോട്ടോ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ഒരു സിറ്റിയാണ്. 1997. ഓക്കെ. അത് അതിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം ആണ് പാരീസ് ഉടമ്പടി വരുന്നത്. അതിന് തൊട്ട് മുമ്പ് ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ നോക്കാം. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഓസോൺ പാളിയുടെ നാശം വരുത്തുന്ന ഓസോണിനെ എന്താ പറയാ കേടുവരുത്തുന്ന മറ്റു വാതകങ്ങൾ, അത് ഹരിതഗൃഹ വാതകങ്ങളല്ല, ഈ ഫ്ലോറോ കാർബൺ പോലെയുള്ള വാതകങ്ങളൊക്കെ. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓസോൺ പാളിയുടെ കാര്യത്തിൽ ഒരു മോൺട്രിയൽ പ്രോട്ടോകോൾ. വളരെ ഈ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ കാനഡ, യൂറോപ്പ് വലിയ പ്രശ്നം വരുന്ന ഒരു സാധനമാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ അതിന് ക്ലോറോ കാർബൺ നിയന്ത്രിക്കലും പിന്നെ അതിന്റെ പ്രോട്ടോകോൾ കൊണ്ടുവരലും. കാരണം
കാരണം എന്താ പറയുക, നമ്മൾ കുറെ ഈ എന്താ പറയാ ഉഷ്ണമേഖല രാജ്യങ്ങള് പ്രശ്നങ്ങളല്ല ഈ പറഞ്ഞ യൂറോപ്പ്, കാനഡ, അമേരിക്ക അവിടേക്കുള്ള പ്രശ്നങ്ങൾ. അവിടേക്കുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ് ആയിട്ട് ലോകം കാണും, അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. നമ്മുടെ സ്ഥലങ്ങളിൽ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ടേ അത് ലോകം കണക്കാക്കില്ല. ഇതൊക്കെ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ കൂടി ഭാഗമാണ്. അപ്പൊ അതിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഈ നേപ്പാളും മാലിദ്വീപും ഒക്കെ പറയുന്നത്. നേപ്പാളിന്റെ പ്രശ്നം ലോകത്തെ എല്ലാവരും പ്രശ്നമല്ലല്ലോ. അവിടെ ഗ്ലേഷ്യറിന്റെ അത് ഉരുകി പോകുന്നുണ്ട് എന്നുള്ളത് ആ ഒരു റീജിയന്റെ പ്രശ്നമായിട്ട് മാത്രമാണ് മറ്റുള്ളവർ കണക്കാക്കുന്നുള്ളൂ. ഓക്കെ, മാലിദ്വീപ് എന്ന് പറഞ്ഞ ചെറിയൊരു ദ്വീപാണ്, കുറച്ച് ഏരിയ ഉണ്ട്, 1.5 മീറ്റർ ഉയരമുള്ളൂ. അത് കുറച്ച് ഉയരം കൂടുതൽ സമുദ്രം വന്നാൽ ആ ഏരിയ മുങ്ങി പോകും. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങൾ 1.5 മീറ്ററിലുള്ള ചിലപ്പോൾ 30, 40, 50, 60 മീറ്റർ ഹൈറ്റിലുള്ള രാജ്യങ്ങളായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ആ പ്രശ്നമില്ല. ഇത് എല്ലാ സ്ഥലത്തുള്ള പ്രശ്നമാണ്. ഒരു പൊളിറ്റിക്സിൽ ഒരു ഏകദാനമായിട്ട് ഒരു ഉടമ്പടി കൊണ്ടുവരാൻ എന്ത് വേണം, എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണോ? കാലാവസ്ഥ എന്താ പറയുക, മാറ്റത്തിന്റെ പ്രശ്നം അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതൊക്കെ അതുകൊണ്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ കൊണ്ടുവന്നു. അത് വലിയ എഫക്റ്റീവ് ആയില്ല. കാരണം എന്താണ്, അതില് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമുക്ക് ഇന്ത്യ പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വന്നിട്ട് ഇന്ത്യനെയും അതുപോലെ ഇന്ത്യ, ചൈന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ്. കാരണം എന്താണ്, നമ്മൾ എമർജിങ് എക്കണോമിക്സ് ആണ്. നമ്മളെ കൂടുതലായിട്ട് വ്യവസായങ്ങൾ കൊണ്ടുവരാനും നമ്മൾ കൂടുതലായിട്ട് ഊർജം ഉപയോഗിക്കാനും മാത്രമല്ല കൂടുതലായിട്ട് പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളാണ്. നമ്മളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെയുള്ള പരിഹാരങ്ങൾ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് പാരീസ് ഉടമ്പടി വരുന്നത്. 2015 ഇങ്ങനെ ആഗോള താപ വർധനവ് കുറയ്ക്കുക, കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാജ്യങ്ങളെ രാഷ്ട്രങ്ങളെ സഹായിക്കുക. ടെക്നോളജി ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട്. അത് നിങ്ങളിപ്പോ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാരീസ് വരും. അതിനുശേഷം പിന്നെ G20 പറഞ്ഞാൽ നമ്മൾ നടത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ പറയുന്നത് മാത്രം ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം. ഇന്റർനാഷണൽ ലെവലിൽ അത് അത്ര വലിയ ഒരു പ്രാധാന്യമുള്ള സാധനമല്ല. പക്ഷെ നമ്മൾ ഇന്ത്യയാണ് അത് മുൻകൈ എടുത്തുള്ളതുകൊണ്ട് നമ്മളത് പഠിക്കുന്നത്. 2023 G20 ഉച്ചകോടി ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അതിന്റെ മുദ്രാവാക്യം എന്താണ്? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. അല്ലെ, ഒരു വൺ ഫ്യൂച്ചർ ആണ്. എല്ലാവർക്കും ഒരേ ഭാവിയാണ്. അത് എന്തിനെ കൗണ്ടർ ചെയ്യുന്നതാണ്? ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, ഇത് മാലിദ്വീപിന്റെ മാത്രം പ്രശ്നമല്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നമാണ്. എല്ലാ സ്ഥലങ്ങളിലും സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗ്ലേഷ്യർ ഉരുകി കഴിഞ്ഞാൽ അത് നേപ്പാളിന്റെ മാത്രം പ്രശ്നമല്ല, അത് ബാക്കിയുള്ള എല്ലാവരുടെയും പ്രശ്നമാണ്. അതാണ് വൺ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഒരു ഭാവി, ഒരു ഭൂമി, നമ്മുടെ ഭൂമിയാണ്. ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഇതിനെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണേണ്ടതുണ്ട്. ഒരു ഫ്യൂച്ചറാണ്. നമുക്ക് ഭൂമിക്ക് എല്ലായിടത്തുള്ള ആൾക്കാർക്കും ഒരേ ഫ്യൂച്ചറാണ്. കാരണം വലിയൊരു ആഗോള മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബാധിക്കും. അത് വേറെ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കും. അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മുടെ G20 ഉച്ചകോടി. ഓക്കെ, ഇത്തരത്തിലുള്ള ഈ ഉച്ചകോടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ട് ഇതിലുള്ള കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പേരുകളൊക്കെ ഒന്ന് ഓർമ്മ വെക്കാനാണ്. ഓക്കെ, ശരി. ലാസ്റ്റ് പോയിന്റ്, കാലാവസ്ഥ മാറ്റം പൂർണ്ണമായി തടയാൻ സാധിക്കുകയില്ല. കാലാവസ്ഥ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന ഇടപെടലുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. സുസ്ഥിര വിഭവ വിനിയോഗം സാധ്യമായിക്കൊണ്ട് വ്യവസായ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ക്ലാസ്സിൽ ചർച്ച ചെയ്യും. നമുക്ക് ഈ വിഭവങ്ങൾ വേണ്ടത്ര പെട്രോൾ ഉപയോഗിച്ചിട്ടുണ്ട്, വേണ്ടത്ര നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട്. വിഭവങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും ജീവിക്കാൻ സാധ്യമല്ല. ഇതിലൊക്കെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള നാളേക്ക് നിലനിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അതിന്റെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളതാണ് ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കൽ, വനങ്ങൾ സംരക്ഷിക്കൽ, സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തൽ,
കാറ്റ്, കാറ്റ്, സൗരോർജ്ജം തുടങ്ങിയ സൗരോർജ്ജം തുടങ്ങിയ പാരമ്പര്യേതര പാരമ്പര്യേതര ഊർജം പ്രോത്സാഹിപ്പിക്കൽ. ഓക്കെ, അനുദിനം അനുദിനം വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം സാധ്യമാക്കുന്നവരാണ്. കാലാവസ്ഥയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പോലും പോലും വലിയ രീതിയിൽ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രദേശത്തെയോ രാജ്യത്തെയോ മാത്രമായി ബാധിക്കുന്ന പ്രശ്നമല്ല എന്നതിനാൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം യോജിച്ച് പ്രവർത്തിക്കേണ്ടത് മനുഷ്യ ജീവിതത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. കറക്റ്റ് 9 മണിക്ക് തന്നെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരമെങ്കിലും നേരത്തെ കഴിക്കാൻ പറ്റുന്നതാണ് വിചാരിച്ചത്. പക്ഷെ പാഠം കുറച്ച് ലെങ്ത് ഉള്ളതായിരുന്നു. അപ്പൊ ഇത്ര നേരം ക്ഷമയോടെ കേട്ടതിന് എല്ലാവർക്കും നന്ദി.